ഓം ശാന്തി. അവ്യക്ത ബാബ്ദാദ 13-12-89. അത് ഇന്ന് റിവൈസ് ചെയ്തിരിക്കുകയാണ്. 19-12-20. ദിവ്യ ബ്രാഹ്മൺ ജന്മക്കെ ഭാഗ്യക്ക് രേഖ. ദിവ്യ ബ്രാഹ്മണ ജന്മത്തിന്റെ ഭാഗ്യരേഖ. ഇന്ന് ബാബ ഭാഗ്യവിദാതാവായ ബാബയുടെ കുട്ടികൾക്ക് ലഭിച്ച ബ്രാഹ്മണ ജന്മത്തിന്റെ ഭാഗ്യരേഖകൾ നോക്കുകയാണ്. आज विश्व रचयिता बाप दादा अपने विश्व की सर्व मनुष्यात्माവും രൂപി बच्चों को देख रहे. ഇന്ന് വിശ്വരചയിതാവായ ബാപ് ദാദ തന്റെ വിശ്വത്തിലുള്ള സകല മനുഷ്യ ആത്മാക്കളാകുന്ന കുട്ടികളെ നോക്കുകയായി. ഇന്ന് വിശ്വരചയിതാവായ ബാപ് ദാദ തന്റെ വിശ്വത്തിലുള്ള സകല മനുഷ്യാത്മാക്കളാകുന്ന കുട്ടികളെ നോക്കുകയായി. सर्व आत्माओं में अर्थात सर्व बच्चों में दो प्रकार के बच्चे. ഈ ലോകത്തിലുള്ള മനുഷ്യാത്മാക്കളിലെ രണ്ട് പ്രകാരത്തിലുള്ള കുട്ടികളുണ്ട്. एक है बाप को पहचानने वाले और दूसरे है पुकारने वाले व परखने के प्रयत्न करते. ഒരു വിഭാഗം കുട്ടികള് ബാബയെ തിരിച്ചറിഞ്ഞ കുട്ടികളാണ്. വേറൊരു വിഭാഗം ബാബയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ബാബയെ തിരിച്ചറിയാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഈശ്വരൻ ആരാന്ന് അറിയാൻ പ്രയത്നിക്കുന്നവരാണ്. तो आज दोनों प्रकार के बच्चे को देख रहे थे. सभी बच्चे എല്ലാവരും ബാബയുടെ കുട്ടികൾ തന്നെ. ബാബയെ അറിഞ്ഞാലും ശരി അറിഞ്ഞില്ലെങ്കിലും ശരി എല്ലാ മനുഷ്യാത്മാക്കളും പരമാത്മാക്കളും. ബാബ പറയാണ് ഇന്ന് രണ്ട് പ്രകാരത്തിലുള്ള കുട്ടികളെയും ബാബ നോക്കുകയായിരുന്നു. സർവ ബच्चों से पहचानने वाले व प्राप्त करने वाले बच्चे बहुत थोड़े हैं और पहचान करने के प्रयत्न वाले अनेक हैं. എല്ലാ കുട്ടികളിലും ബാബയെ തിരിച്ചറിഞ്ഞവരെ അല്ലെങ്കിൽ ബാബയെ പ്രാപ്തമാക്കിയ കുട്ടികൾ വളരെ കുറവ്. ലോകത്ത് എത്ര മനുഷ്യരുണ്ട്? 800 കോടി. മാക്സിമം ബ്രാഹ്മണർ 9 ലക്ഷം. അപ്പൊ 799 കോടി 91 ലക്ഷം പേരും ബാബയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബാബ പറഞ്ഞു തിരിച്ചറിയാത്തവർ അല്ലെങ്കിൽ തിരിച്ചറിയാൻ ശ്രമിക്കുന്നവർ വളരെ കൂടുതലാണ്. पहचानने वाले बच्चों के मस्तक पर श्रेष्ठ भाग्य की लकीर चमक रही. ബാബ പറയാണ് ബാബയെ തിരിച്ചറിഞ്ഞ കുട്ടികളുടെ മസ്തകത്തില് ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഈശ്വരനെ കിട്ടി, നമുക്ക് ബാബയെ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഭാഗ്യം തെളിഞ്ഞിട്ടുണ്ട്. സബ്സെ ശ്രേഷ്ഠ ഭാഗ്യ की लकीर है ബാപ്പ് ദ്വാര ദിവ്യ ബ്രാഹ്മൺ ജന്മിക്ക്. ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗ്യരേഖ എന്താണ്? ബാബയിലൂടെ ദിവ്യ ബ്രാഹ്മണ ജന്മം കിട്ടി. ആരാണ് അച്ഛൻ? അപ്പൊ ശിവബാബ അച്ഛനായിട്ട് കിട്ടുമ്പോ ഒരു ഭാഗ്യം കിട്ടും. ബാബ പറഞ്ഞു അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. ദിവ്യ ജന്മക്ക് രേഖ അതിശ്രേഷ്ഠ ചമക് രഹി. ഈ ദിവ്യ ജന്മത്തിന്റെ രേഖ അതിശ്രേഷ്ഠമായി പ്രകാശിച്ചുകൊണ്ടിരിക്കും, തിളങ്ങുന്നു. പുകാർനെ വാലെ ബच्चे अनजाने भी मानते यही है कि भगवान ने हमें रजा है लेकिन अज्ञान होने कारण दिव्य जन्म की अनुभूति नहीं कर सकते. ഇനി ബാബയെ തിരിച്ചറിയാത്ത ആത്മാക്കൾ എന്താ പറയുന്നത്? ഈശ്വരനാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്. അല്ല, എല്ലാവരും പറയും സൃഷ്ടാവ് ദൈവമാണ്. പക്ഷെ ബാബ പറയാണ് അജ്ഞാനമുള്ളത് കാരണം ആ ദിവ്യ ജന്മത്തിന്റെ അനുഭൂതിയില്ല. അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അച്ഛൻ ആരാന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് ആ അനുഭൂതിയില്ല. आप भी कहते हो हमें बाप दादा ने दिव्य जन्म दिया, वह भी कहते भगवान ने रचा, भगवान ही रचयिता है, भगवान ही पालनहार. നമ്മൾ പറയുന്നത് എന്താണ്? ബാബ്ദാദയാണ് ഞങ്ങളെ രചിച്ചത്, ബാബ്ദാദയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, പാലിക്കുന്നത്. അവരും അത് തന്നെ പറയും. ഈശ്വരനാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, ഈശ്വരനെ ഞങ്ങളെ പാലിക്കുന്നത്. എല്ലാം ദൈവം നോക്കും. അവരുടെ വാക്കുകൾക്ക് വ്യത്യാസമൊന്നുമില്ല. ലേക്കിൻ ദോനോ കെ കഹനെ മേ കിത്തന അന്തർ ഹെ. പക്ഷെ ഈ രണ്ടുപേരുടെയും വാക്കുകളിൽ എത്ര അന്തരമാണ്. आप अनुभव से, नशे से, नॉलेज से कहते हो कि हमको बाप दादा माता पिता ने रचा अर्थात ब्राह्मण जन्म दिया. നമ്മള് അനുഭവത്തിലൂടെ ആ ലഹരിയിലെ അറിവിലൂടെയാണ് പറയുന്നത് നമ്മളെ ബാപ്ദാദയാണ് മാതാപിതാ രൂപത്തിൽ രചിച്ചു, ഞങ്ങൾക്ക് ബ്രാഹ്മണ ജന്മം ലഭിച്ചു എന്നുള്ളത് നമുക്ക് അതിന്റെ ജ്ഞാനം മനസ്സിലായി. ജ്ഞാനം മനസ്സിലായപ്പോഴാണ് നമുക്ക് അച്ഛനെ മനസ്സിലായി. അപ്പൊ അതിന്റെ അനുഭവം ഉണ്ട്, അതിന്റെ ലഹരി. ഓരോ ലോകരും അത് തന്നെ പറയുന്നത്, ദൈവമാണ് ഞങ്ങൾ സൃഷ്ടിച്ചത്, ദൈവമാണ് ഞങ്ങൾ നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ലഹരി ഉണ്ടാവില്ല. रचयिता को जन्म पत्री को दिव्य जन्म की विधि और सिद्धि सबको जानते हो. നമുക്ക് രചയിതാവ് ആരാണെന്നറിയാം, ഈ ജന്മത്തെ കുറിച്ച് നമുക്കറിയാം, ഈ ജന്മത്തിന്റെ ജന്മപത്രി ജാതകം നമുക്കറിയാം, ദിവ്യജന്മത്തിന്റെ വിധി എന്താണെന്ന് അറിയാം,
അതിന്റെ സിദ്ധി എന്താണെന്നറിയാം, എല്ലാം നമുക്കറിയാം. അതായത് ഈശ്വരൻ ആരാന്ന് മനസ്സിലായി, ഈ ബ്രാഹ്മണ ജന്മം എന്താന്ന് മനസ്സിലായി, അത് ഏത് വിധിയിൽ കൂടെയാണ്, ഈശ്വരൻ ഇല്ലാത്ത ആത്മാക്കൾ ഉണ്ടാക്കിയതല്ല, പകരം ബ്രഹ്മാവിൽ വന്ന് നമ്മളെ രചിച്ചതാണ്, അതിന്റെ വിധി എന്താന്ന് മനസ്സിലായി, അതിൽ കൂടെ എന്ത് പ്രാപ്തി ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായി. ഹരേക്കോ അപ്പന ദിവ്യ ജന്മക്ക ബർത്ത്ഡേ യാദഹേന, ബാബയ്ക്കാണ് ഓരോരുത്തർക്കും അവരവരുടെ ദിവ്യജന്മത്തിന്റെ ആ ജന്മദിനത്തിന്റെ ഓർമ്മയുണ്ട്. ഞാൻ ബ്രാഹ്മണനായി അല്ലെ, ആ ജന്മദിനം ഓർമ്മയുണ്ടല്ലോ. ഈ ദിവ്യജന്മയ്ക്ക് വിശേഷത കോൻ സിഹി, ഈ ദിവ്യജന്മത്തിന്റെ വൈശിഷ്ട്യം എന്താണ് ഈ ബ്രാഹ്മണ ജന്മത്തിന്റെ വൈശിഷ്ട്യം? साधारण जन्मधारी आत्माएं अपना बर्थडे अलग मनाती है, फ्रंट डे अलग मनाती, पढ़ाई का दिन अलग मनाती है, और आप क्या कहें? സാധാരണ ജനിക്കുന്ന ആത്മാക്കള് അവരുടെ ബർത്ത്ഡേ ഒരു ദിവസം ആഘോഷിക്കുകയാണെങ്കിൽ അവരുടെ ഫ്രണ്ട് ഡേ, ഇപ്പൊ എല്ലാ ദിവസവും ഐക്യരാഷ്ട്രസഭയ്ക്ക് ഓരോ ദിവസങ്ങളുണ്ട്. അപ്പൊ ഫ്രണ്ട് ഡേ ഉണ്ട്, അപ്പൊ ഇതാണ് നമ്മൾ കൂട്ടുകാരായതിന്റെ ദിവസം. പിന്നെ ഇതാണ് നമ്മൾ സ്കൂളിൽ പോയി ജോയിൻ ചെയ്ത ദിവസം, അല്ലെങ്കിൽ +2 ചേർന്ന ദിവസം. ഇതൊക്കെ ഇങ്ങനെ ആഘോഷിക്കാറ്. आपका बर्थडे भी वही है तो मैरिज डे भी और पढ़ाई का दिन भी वही. എന്നാൽ ബ്രാഹ്മണ ജന്മം കിട്ടുമ്പോൾ നമ്മുടെ ജന്മദിനവും ഇതാണ്, നമ്മുടെ മാരേജ് ഡേയും ഇത് തന്നെയാണ്. മാരേജ് ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹദിനവും ഇത് തന്നെയാണ്. ആരെ വിവാഹം കഴിച്ചു? ബാബയെ കിട്ടിയപ്പോൾ തന്നെ ബാബ പതി രൂപത്തിലോട് വന്നു, സർവ്വസംബന്ധങ്ങളിൽ വന്നു. ഫ്രണ്ടാണ്, ടീച്ചറാണ്. അപ്പോൾ ബാബയുടെ പഠിത്തത്തിന്റെ ദിവസവും പതി ദിവസവും അല്ലെങ്കിൽ മാരേജ് ഡേയും എൻഗേജ്മെന്റ് ഡേയും ബാബ പറയാണ് സുഹൃത്ത് ദിവസവും ഒക്കെ ഇത് തന്നെയാണ്, ഒറ്റ ദിവസമാണ്. मदर डे कहो, फादर डे कहो, एंगेजमेंट डे कहो, सब एक. മദർ ഡേ ആകട്ടെ, ഫാദർ ഡേ ആകട്ടെ, എൻഗേജ്മെന്റ് ഡേ ആകട്ടെ, മാരേജ് ഡേ ആകട്ടെ, ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇത് തന്നെ. ഐസ ദിവ്യജന്മ കബ്സ്ന, ഇങ്ങനെയുള്ള ദിവ്യജന്മം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? സാരേ കൽപ്പമേ ഐസ ദിൻ ആപ് ആത്മാവും കാ ഫിർ കഭി ഭി നഹീം ആതാ. ബാബ പറഞ്ഞു ഒരു കൽപ്പത്തിൽ ഇങ്ങനെയുള്ള ഒരു ദിവസം വേറെ ഒരു ജന്മത്തിലും ഉണ്ടാവില്ല. ഈ സംഗമയുഗത്തിൽ ബാബയെ കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ ഇത്രയും ജന്മദിനങ്ങൾ അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ജന്മം കിട്ടുള്ളൂ. സത്യവുമേ ബി ബർത്ത്ഡേ और മാരേജ് ഡേ ഏക് ഹി നഹീ ഹോഗ. സത്യയുഗത്തിലും ജന്മദിനവും മാരേജ് ഡേയും വേറെ ആയിരിക്കും. അതുകൊണ്ട് 10 ബാബ 10-35 വർഷം കഴിയണം വിവാഹം നടക്കണമെങ്കിൽ. അപ്പൊ ജനിച്ച ദിവസം ലോകത്ത് ഒരാൾക്കും എന്താണ് മാരേജ് ഡേ ആവാറില്ല. लेकिन इस संगम युग के इस महान जन्म की एक विशेषता भी है और विचित्रता भी. എന്നാൽ ഈ സംഗമ യുഗത്തിലെ ഈ ബ്രാഹ്മണ ജന്മത്തിന്റെ വിശേഷതയും വിചിത്രതയും ഇത് തന്നെയാണ്. നമ്മുടെ ജന്മദിനവും മാരേജ് ഡേയും ഫ്രണ്ട് ഡേയും സ്കൂളിൽ പോകുന്ന ദിവസവും ഒക്കെ ഒന്ന് തന്നെ, സ്കൂളിൽ ജോയിൻ ചെയ്ത ദിവസവും ഒന്ന് തന്നെ. ഈശ്വരന്റെ കുട്ടി ആയപ്പോ തന്നെ നമ്മൾ പഠിത്തം തുടങ്ങി, ഈശ്വരൻ നമ്മുടെ സർവ്വബന്ധുവായി മാറി. വൈസെ തോ ജിസ് ദിൻ ब्राह्मण बने वही जन्मदिन वही मैरिज दिन, क्योंकि सभी यही वायदा करते हो एक बाप दूसरा. ബാബ പറയാണ് ബ്രാഹ്മണനായ അതാണ് നമ്മുടെ ജന്മദിനം, അത് തന്നെയാണ് മാരേജ് ഡേ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ബാബയുടെ കുട്ടിയായപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് ഒരു ബാബയല്ലാതെ രണ്ടാമത് ഒരാളുണ്ട്. ഇപ്പൊ രണ്ടാമത് ഇന്ന ബന്ധത്തിൽ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ല, രണ്ടാമത് ഒരാളില്ലാന്ന് പറഞ്ഞിരിക്കും. ഇത് ദൃഢസങ്കല്പ് പഹലെ ഹി കർത്തേഹോന, ഈ ദൃഢസങ്കല്പം ആദ്യമേ എടുത്തല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിവസം ഒരു സങ്കല്പം എടുക്കുന്ന ദിവസമേ നമ്മുടെ ജന്മദിനമാകും. അല്ലെങ്കിൽ നമ്മളുടെ ബാബ പറയാറുണ്ട് എല്ലാവരും അങ്ങനെ ജനിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല. ജനിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ ബാബ പറഞ്ഞ നമ്മൾ എവിടെ കിടക്കുന്നത്, വെയിറ്റ് കുറവാണ്. വെയിറ്റ് കുറവാകുമ്പോൾ എവിടെ കൂടെ കുട്ടികളെ മരിക്കോ ജീവിച്ചിരിക്കോ സംശയമാണ്. അപ്പൊ ഇതിലെടുക്കുന്നത് ഇൻക്യുബേറ്റർ, അതിൽ കൊണ്ടുപോയിടും. അത് 7 കിലോ ഉള്ളൂ, ജനിക്കുമ്പോ 10 കിലോ ഒറ്റ വേണ്ടേ അല്ലെ, അപ്പോഴേ ആരോഗ്യമുള്ളൂ. അപ്പൊ ബാബയുടെ ബ്രാഹ്മണൻ ജനിച്ചു, ബാബയുടെ കുട്ടിയായി, പക്ഷെ ആശുപത്രി കിടക്കാണ്, അഡ്മിറ്റാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ആശുപത്രി കിടന്ന് ഓക്സിജനൊക്കെ കഴിച്ച് മുരളിയൊക്കെ കേട്ട് അല്ലെ കുറെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് നമുക്ക് ഒരു ദിവസം നല്ല ബോധ്യം വരും, ഇത് തന്നെയാണ് നമ്മുടെ അച്ഛൻ, ഇത് തന്നെയാണ് നമ്മുടെ സർവ്വബന്ധം, പിന്നെ ആരും വേണ്ട. അതാണ് നമ്മുടെ ജന്മം. അപ്പൊ ബാബ പറയാണ് ബാബയെ കിട്ടിയപ്പോൾ ഒരു ദൃഢസങ്കല്പം എടുത്തിരുന്നു, അതായത് ഒരേ ഒരു ബാബ, രണ്ടാമതൊരാളില്ല. തുമീസെ ഗാവും തുമീസെ ബൈഡും തുമീസെ സർവസംബന്ധം നിഭാവും യഹ് സബ്നെ വായ്ദ കിയാന. നിന്റെ കൂടെ ഇരുന്ന് കഴിക്കും, നിന്റെ കൂടെ നടക്കും, നിന്റെ കൂടെ ഇരിക്കും, നിന്നോട് സർവ്വസംബന്ധങ്ങളും പാലിക്കും. ഇതെല്ലാം ബ്രാഹ്മണർ പറഞ്ഞ വാക്കാണല്ലോ. ആണോ? ദിനമാജി എന്ത് പറയും? പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, മനസ്സിലാമാജി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പാലിക്കാന്ന് വെച്ചാൽ അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷെ പാലിക്കണം. ഒരു ദിവസം വരും, ഉയർന്നു ഉയർന്നു ഉയർന്നു. पांडवों ने माधवों ने कुमारियों ने सभी ने वायदा की.
ബാബ പറഞ്ഞു പാണ്ഡവരും മാതാക്കളും കുമാരിമാരും ഈ വാക്കാണ് ബാബയോട് പറഞ്ഞത്. ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യം. കരുതണമെങ്കിൽ പരമാത്മാവിനോടാണ് വാക്ക് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ വേറൊരാൾ ഉണ്ടാക്കില്ല. तो और कहम स्वप्न में भी मान नहीं जा सकता. അങ്ങനെ ആകുമ്പോൾ ബാബ പറയുന്നു സ്വപ്നത്തിൽ പോലും മനസ്സ് വേറൊരാളിലേക്ക് പോകാൻ പാടില്ല. ഐസെ പക്കേ ഹോന കൊയ്യെ സാധിച്ചാൽ ഇത് പക്കയാണ്. അത് ആരെങ്കിലും കൂട്ടുകാർ വേണം, ആരെങ്കിലും കൂട്ടുകാർ വേണം. ഒരേ ഒരു ശിവബാബ മാത്രം പോരെ. ഏറ്റവും വലിയ അച്ഛൻ, ഏറ്റവും വലിയ അമ്മ, ഏറ്റവും വലിയ ഫ്രണ്ട്, ഏറ്റവും വലിയ ടീച്ചർ, ഏറ്റവും വലിയ ഗുരു. ബാബ പറഞ്ഞു ബാബ ഏറ്റവും വലിയൊരാളെ കിട്ടിയാൽ പിന്നെ അതുപോലെ, പിന്നെ ഇതിനെ പലതിലേക്ക് പോകേണ്ട കാര്യം. സേവാ കേലിയെ കൊയ്യെ വിശേഷ സാധിച്ചാൽ ബാബയൊക്കെയാണ് സേവനത്തിന് വിശേഷമായിട്ട് ആരെങ്കിലും കൂട്ടുകാർ വേണം. ബാബ അതൊന്ന് വിശദീകരിക്കുന്നുണ്ട്. तो साथी दिवस किसका मनाएंगे. അപ്പൊ ബാബയ്ക്കാണ് അങ്ങനെ വേറെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ ആള് കിട്ടുന്ന ദിവസമല്ലേ സാത്തിയുടെ. ബാബ കിട്ടിയ ദിവസം ആയിരിക്കില്ല. സേവാധാരി സാത്തി കാ ബാപ്പ് സാത്തി ഹെ ഉസ്കാ ദിവസ് മനാएंगे. ബാബ പറയണു സേവാധാരി സാത്തിയാണോ ബാബ സാത്തിയാണോ ഏത് ദിവസം ആഘോഷിക്കാൻ പോകും. ഇന്ന ആളെ സേവയ്ക്ക് കിട്ടിയോട് കൂടിയാണ് എനിക്ക് എല്ലാം മാറ്റുന്നത് അല്ലെ. നല്ല നല്ല സേവാധാരികൾ വരുമ്പോ അങ്ങനെ തോന്നും. അപ്പൊ ബാബ പറഞ്ഞു പിന്നെ അയാളെ കിട്ടിയ ദിവസം അങ്ങ് ആഘോഷിക്കും, എന്നെ കിട്ടിയ ദിവസം ആഘോഷിക്കേണ്ട. चाहे सर्विस करने वाले ही, चाहे सर्विस लेने वाले ही, लेकिन सेवा के समय सेवा की इतने न्यारे और प्यारे बनो जो जरा भी विशेष चुकाव रही. ഇതാണ് അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. അതായത് നമുക്ക് ഒരുമിച്ച് പോകാം. ഇപ്പൊ നമ്മൾ ഇത്രയും പേര് ബാബ പറഞ്ഞു ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഒരു സംഘടനയാകുമ്പോൾ പ്രത്യേകിച്ചും സേവാ ഫീൽഡ് ആകുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ബാബ പറയാണ് സേവനം ചെയ്യുന്നവര് ആകട്ടെ സേവനം എടുക്കുന്നവരാകട്ടെ സേവനത്തിന്റെ സമയത്ത് സേവനം. ബാബ പറയാണ് അത് കഴിഞ്ഞാൽ നേരെ ആയിക്കൊള്ളണം. സ്വല്പം പോലും ബാബ പറഞ്ഞു വിശേഷമായ ഒരു തലകുനിവോ ഉണ്ടാകാൻ പാടില്ല. ഒരു സ്വല്പം പോലും ആ വ്യക്തിയുടെ സ്മൃതി നമ്മുടെ മനസ്സിൽ വരരുത്. ടാർജറ്റ് വെക്കും. ടാർജറ്റ് വെച്ചിട്ട് അതിവേഗം ഇപ്പുറത്തേക്ക് ഇരുന്നു ഭായി, ശശിധരൻ ഭായി കയറിയിരുന്നു. അപ്പൊ ബാബ പറയാണ് ബാബ പറഞ്ഞു സേവാധാരികൾ ഇല്ലാണ്ട് പറ്റത്തില്ല. സേവ എടുക്കാം, സേവ കൊടുക്കാം. ബാബ പറയാണ് ആ സേവ കഴിഞ്ഞാലുണ്ടല്ലോ, ആ സേവനത്തിന്റെ സമയം കഴിയുമ്പോൾ അത്രയും വേറിട്ടിരിക്കണം. ബാബ പറഞ്ഞു സ്വപ്നത്തിൽ പോലും ഒരു വിശേഷ തലകുനിവ് ആ വ്യക്തിയോട് നമുക്ക് ഉണ്ടാകും. അവർ ഇത്രയും സേവ ചെയ്യും. സേവാധാരികൾക്ക് ആദരവ് കൊടുക്കണം. സേവാധാരികൾക്ക് പകരണം ഫെസിലിറ്റീസും കൊടുക്കണം. എല്ലാ സേവാധാരികളുടെ സേവ ചെയ്തില്ലെങ്കിൽ സേവാധാരികൾ ഉണ്ടാവില്ല. സേവാധാരികൾക്ക് കൊടുക്കേണ്ട ഇപ്പൊ നമ്മൾ വന്ന് സേവ ചെയ്യും. മാതാക്കൾ ഇവിടെ നിന്ന് സേവ ചെയ്യും. ഒരു കണ്ടത് ഇതൊക്കെ നമുക്കൊന്ന് അടുക്കി വെക്കണം, ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല. കസേര കൊടുത്തിരുന്ന ഈ ജനലൊക്കെ ഒന്ന് തുടച്ചിരുന്ന. അപ്പൊ ലൈലാശിഷ പറഞ്ഞ കൊള്ളാം, നല്ല മാതാക്കൾ ഇവിടെ നിന്ന് സേവ ചെയ്യട്ടെ. ലൈലാശിഷ അടുക്കളയിൽ ഇരുന്ന് കുട്ടും കടലുണ്ടാക്കി കഴിക്കും. നാളെ വരും. വരാനൊരു മടിയുണ്ടാവും. നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ സേവാധാരികളുടെ ശ്രദ്ധ കൊടുക്കണം, സേവാധാരികളുടെ പാലന കൊടുക്കണം. സേവാധാരികളെ പാലിച്ചില്ലേ സേവാധാരികൾ ഉണ്ടാകും. എന്നുവെച്ചാൽ എല്ലാവരും മനുഷ്യരായത് കൊണ്ടാണ്. അവരവിടെ നമ്മളെ നോക്കുന്നല്ല, അവരവിടെ ഇരിക്കുകയാണ്. പിന്നെ നമ്മളിതിനെ പോയി ചെയ്യുമ്പോൾ അവിടെ സേവയൊക്കെയാണ്. അപ്പൊ അവര് നമ്മുടെ വീടും അവിടെ വീട് തന്നെ, അവിടെ വേറെ സ്ഥലത്ത് വെച്ച് സേവ ചെയ്യാം. പക്ഷെ ബാബ പറയണു ആ പരിഗണന കൊടുത്തു കൊടുക്കാം, ആ ഇതല്ല പാലനയും കൊടുത്തു കൊടുക്കാം. പക്ഷേ ഇവരില്ലെങ്കിൽ ഈ കാര്യം നടക്കില്ല. ഇവരാണ് എന്റെ രക്ഷ. അത്രയും അങ്ങ് പോകണ്ട. ബാബ പറഞ്ഞ ഒരു അംശം മാത്രം നമുക്ക് തലകുനിവ് പാടില്ല. അതായത് ഒരു വിധേയത്വം വരാൻ പാടില്ല. ചുക്കാന്ന് വെച്ചാൽ ഒരു വിധേയത്വം ഉണ്ടാകും. ജോ സേവാമേ മദത് കരേഗ വക വിശേഷ ഹോഗാന. സേവനത്തിൽ സഹായിക്കുന്ന ഒരു വിശേഷം തന്നെയാണ്. ചാഹെ ഭായി ഹോ വഹ ബഹൻ ഹോ, ജോ വിശേഷ സേവാ കർത്ത വക വിശേഷ അധികാർ ഭി രഹേ. വിശേഷമായ സേവനം ചെയ്യുന്ന ഒരു സഹോദരി സഹോദരനാകട്ടെ ആ വിശേഷം ചെയ്യുമ്പോൾ അവർക്ക് വിശേഷ അധികാരം ഉണ്ടായിരിക്കും. तो सेवा के साथी बनो लेकिन साक्षी होके साथी बनो. അപ്പൊ ബാബ പറയാണ് അങ്ങനെ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു ഭായി വരാണെങ്കിൽ നമുക്ക് വിശേഷമായിട്ട് നമ്മൾ ചിലപ്പോ അവിടെ ഇരിക്കുന്നവരെ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കാൻ പറയാം, അതൊക്കെ ചെയ്തു തരും. പക്ഷെ ബാബ പറയാണ് സാത്യായിരിക്കോ, പക്ഷെ സാക്ഷിയായിട്ടായിരിക്കും. സാക്ഷി ബൻ ഭൂൽ ജാത്ത സർവ സാത്യ ബനനെ ബാപ്പ് ഭൂൽ ജാത്ത. ഈ സാക്ഷി സ്ഥിതി മറക്കുമ്പോൾ ബാബ പറയാണ് സാത്യ ആകുന്നതിൽ ബാബയെ മറന്നു. ആ ആളുമായിട്ട് നമുക്ക് കമ്പനി വരും. സിസ്റ്റർ ആകട്ടെ ബ്രദർ ആയിക്കോട്ടെ, ആ ആളുമായിട്ട് കമ്പനി വരുമ്പോൾ ബാബ പറയണു എന്നെ മറക്കും. സാക്ഷി ബൻ പാട്ട് ബജാനേക്ക് പ്രാക്ടീസ് കരും.
അപ്പോ ഈ സേവയിൽ ഈ ആളുകൾ ഒരുമിച്ച് പോകുമ്പോൾ, അല്ലെ, ഒന്നിച്ച് നമ്മൾ പോകുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ് അറ്റാച്ച്മെന്റ് വരും, അകലങ്ങളും വരും. ചിലരുടെ നമുക്ക് അകലങ്ങൾ വരും. ഈ ഭാഗം മുരളി വായിക്കുമ്പോഴേ ഈ ഫോണൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ഈ പറഞ്ഞതിനൊക്കെ വിരുദ്ധമാണ്. ദൈവമാണ് മുരളി വായിച്ചുകൊണ്ടിരിക്കുന്നത്, അതല്ലാണ്ട് മനുഷ്യനാണ്. അപ്പോഴാണ് ആരോ വിളിച്ചിരിക്കുന്നത്, എന്നിട്ട് പറയുന്നത് സർവ്വ സംബന്ധവും ബാബയാണ്, ബാബയുടെ റെസ്പെക്ട് ഇല്ലേ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ സന്തോഷമായിട്ട് സംസാരിക്കും. അപ്പൊ സന്തോഷം, ഞാൻ ഒരു ഫോൺ തന്നിട്ട് ഞാൻ പോയിട്ട് താൻ തന്നെ പഠിക്കും, ഞാനത് വിലയില്ലാത്ത ആളാണ്, അല്ലെ. നമ്മള് മനുഷ്യൻ അങ്ങനെയാണ്. അപ്പൊ ബാബ പറയാൻ എന്നെ ആവശ്യമില്ലാണ്ട് ചിന്തിക്കരുത്, അല്ലെ. ആ സമയത്ത് ഫോണൊക്കെ ഓഫ് ചെയ്ത് ഏത് ആരും നാരികയ്ക്കൊക്കെ പ്രധാനമന്ത്രിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു, ഇലക്ഷൻ ഗ്രൂപ്പിൽ വരുന്നതുകൊണ്ട് ചിലപ്പോൾ എടുക്കേണ്ടവർ വരും. ബാക്കി നമ്മളതിന് എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ പെർമിഷൻ മേടിക്കും. വളരെ അത്യാവശ്യം ഒരു ഫോൺ എനിക്കിന്ന് വരും, ഞാൻ ഈ ക്ലാസ്സിന്റെ ഇടയിൽ നിന്ന് എടുക്കേണ്ട വരും എന്ന് പറഞ്ഞിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഇൻസൾട്ടാണ്. ഇതൊക്കെ നമുക്ക് അറിയാൻ പാടില്ല. കാര്യത്തിൽ ആൾ ആരാന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആ വീട് സ്കൂളിൽ ചെയ്യും, സ്കൂളിൽ ഫസ്റ്റ് ബെല്ല് അല്ലെങ്കിൽ സെക്കൻഡ് ബെല്ല് തേർഡ് ബെല്ല്, അത് കഴിഞ്ഞിട്ട് അവർ അവിടെ എത്താൻ പറ്റില്ല. പണ്ടൊക്കെയാണ് അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛനെ വിളിച്ചിട്ട് സിനിമയ്ക്കോ ക്ലാസ് എന്നിട്ട് പറയത്തില്ല കയറി കൊള്ളാം. അല്ല, ഇപ്പോഴത്തെ കാലം കുറെ മാറിപ്പോയി. പണ്ടാണെങ്കിലും സമ്മതിക്കത്തില്ല. വീട്ടിപ്പോ അച്ഛനെ വിളിച്ചുകൊണ്ടിരാന്ന് പറയും, എന്താ വായിക്കുന്നത്, ഒരു രണ്ടെണ്ണം കൊടുക്കും ഇടയ്ക്ക്, അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ ബാബ പറയാണ്, സാക്ഷിയായിട്ട്, അതായത് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ സാക്ഷിയായിട്ട്, അതായത് ഡിറ്റാച്ച്ഡ് ആകാൻ നമുക്ക് സാധിക്കണം. ഒരു ബന്ധവും പാടില്ല. ഹർ ബച്ചയ്ക്ക് മസ്തക് പർ വിശേഷ് ചാർ ഭാഗ്യക്ക് ലക്കീരൻ ചമക്കേ. ഓരോ കുട്ടിയുടെയും മസ്തകത്തിലെ വിശേഷമായിട്ടും 4 ഭാഗ്യരേഖകൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. 1 ദിവ്യ ജന്മയ്ക്ക് രേഖ, 2 പരമാത്മ പാലനാക്കി രേഖ, 3 പരമാത്മ പഠായിക്ക രേഖ, और 14 നിസ്വാർത്ഥ സേവാക്കി രേഖ. 1 ദിവ്യ ജന്മത്തിന്റെ രേഖ, ബാബയുടെ കുട്ടിയായി ജന്മം എടുത്തതിന്റെ രേഖ. 2 പരമാത്മ പാലന, ഈശ്വരൻ നമ്മളെ പാലിക്കുന്നുണ്ട്, അതിൽ നമ്മുടെ രേഖ എത്രത്തോളം സ്പഷ്ടമാണ്. 3 പരമാത്മ പഠിത്തത്തിന്റെ രേഖ. 4മത്തേത് നിസ്വാർത്ഥ സേവനത്തിന്റെ രേഖ. അതാണ് ബാബ എന്ന് വിശദീകരിക്കുന്നത്. സബിക്കെ മസ്തകമേയും ചാരോം ഹി ഭാഗ്യക്ക് രേഖായും ചമക് രഹി ഹി. എല്ലാവരുടെയും മസ്തകത്തിലെ ഈ 4 രേഖകളും തിളങ്ങുന്നു. ബാബ മുരളി വായിക്കുന്നത് ബാബയുടെ കുട്ടികളുടെ അടുത്തായിരിക്കും, നാട്ടുകാരുടെ അടുത്ത്. അപ്പൊ ബാബ പറഞ്ഞ എല്ലാ ബ്രാഹ്മണരിലും ഈ 4 രേഖ. लेकिन चमक में और सदा एकरस बुद्धि को प्राप्त करने में फर्क होने कारण चमक में अंदर दिखाई देता है. എന്നാൽ ഈ തിളക്കത്തിൽ ബാബ പറയാണ്, ഈ ഏകരസമായി ഇത് അഭിവൃദ്ധിപ്പെടുന്നതിലും ഈ തിളക്കത്തിലും ബാബ പറയാണ് അന്തരം കാണും. ആദിസെ അബ് തക് ചാരോം ഹി രേഖായും സദാ യഥാർത്ഥ രൂപസെ ചലത്തി രഹി ബഹുത് തൊടി. 4 രേഖകളും ഈ ബാബയുടെ കുട്ടിയായ അന്ന് പോലെ ഒരുപോലെ ഭംഗിയായി തെളിഞ്ഞിരിക്കുന്നത് വളരെ കുറച്ചു. ആലപ്പുഴ ജില്ലയിൽ ആരെങ്കിലും ഒന്നും സംശയം? ബാബ പറയുന്നു, ഈ ബാബയുടെ കുട്ടിയായ അന്ന് പോലെ 4 രേഖകളും നന്നായിട്ട് തെളിഞ്ഞിരിക്കുന്ന കുട്ടികൾ ബഹുത് ധോടി, വളരെ കുറച്ചു. ബീജ് ബീജ് മേ കൊയ്യ ന കൊയ്യ ബാത് മേ ഭാഗ്യ കി ലക്കീർ യാ ധോടി ഖണ്ഡിത് ഹോത്തി വ ചമക് കം ഹോത്തി സ്പഷ്ട നഹി ഹോത്തി. ബാബ പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഈ ഭാഗ്യരേഖ ഖണ്ഡിതമാകുന്നുണ്ട്. അതായത് നമ്മൾ പറയില്ല, ആ രേഖ അവിടെ പൊട്ടിക്കിടക്കണം, ആയുസ് രേഖയിൽ ഒരു ബ്രേക്ക് ഉണ്ട്. ബാബ അങ്ങനെ ഒരു ബ്രേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ ബാബ പറഞ്ഞു രേഖ സ്പഷ്ടമല്ല. രേഖ സ്പഷ്ടമല്ലെങ്കിൽ ആ സമയത്ത് എന്താണ്, ഇപ്പൊ ആയുർ രേഖയിൽ സ്പഷ്ടത ഇല്ലെങ്കിൽ പറയും കുറച്ചാണ് നമ്മൾ കിടപ്പിലാകാൻ സാധ്യതയുണ്ട്. അത് നോക്കി പേടിക്കേണ്ട. നല്ലൊരു കറുത്ത കുത്താണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കത്തിക്കുത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ ഇതില് ചിലപ്പോൾ അവിടെ വെച്ച് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അന്ന് സമാധിയായിരിക്കും. 50 വയസ്സ്. ഒരു നെൽമണിയുടെ അൽബിന് 5 വയസ്സ് വെച്ച് കൂട്ടണം. ഒരു നെൽമണിയുടെ നീളത്തിന് 5 വയസ്സ് വെച്ചാണ് ആയുർരേഖ നോക്കും. അപ്പൊ ചില സ്ഥലത്ത് എത്തുമ്പോൾ അതിങ്ങനെ തേഞ്ഞു കിടക്കായിരിക്കും. അപ്പൊ അതിന് കിടപ്പിലാവുന്ന സമയം കറുത്ത കുത്തുണ്ടെങ്കിൽ മിക്കവാറും ഹാർട്ട് അറ്റാക്ക് കത്തിക്കുത്തൊക്കെ പെട്ടെന്ന് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് ചിലപ്പോൾ ബ്രേക്കായി കിടക്കുകയാണെങ്കിൽ അവിടെ വരെ ഉള്ളു ആയുസ്. അപ്പൊ ബാബ പറയാണ്, പലരുടെയും ഈ രേഖകള് ഖണ്ഡിതമാണ്, അല്ലെങ്കിൽ സ്പഷ്ടമല്ല. ജൈസെ ഹസ്തരേഖായും भी देखते हैं ना, कोई की खंडित होती, कोई की एकरस होती, कोई की स्पष्ट होती, कोई की स्पष्ट नहीं होती. ബാബ പറയുന്നു, കൈരേഖകൾ ഉണ്ടല്ലോ, ചിലരുടെ രേഖകൾ മുറിഞ്ഞ രേഖകളായിരിക്കും. ബുദ്ധിയുടെ രേഖ ചിലപ്പോൾ മുറിഞ്ഞായിരിക്കും. ഒരു പഠിത്തമുണ്ടാവും, 10ാം ക്ലാസ് തോറ്റിട്ടുണ്ടാവും, നോക്കണ്ട. 10ാം ക്ലാസ് 4 പ്രാവശ്യം തോറ്റിട്ടുണ്ടാവും. ബുദ്ധി ഇത്തിരി കുറവായിരിക്കും. ആയുസ് രേഖ ഇതായിരിക്കും. പല രേഖ എനിക്കറിയില്ലല്ലോ, പക്ഷെ രേഖകളുണ്ട് ഞാൻ.
ബാബ പറയണു ചിലരുടേത് വളരെ ഒരേപോലെ ഇരിക്കണം, നല്ല തെളിഞ്ഞ്. അവൾ പറയാറുണ്ട് വിനാശം വന്നാലും ചാവത്തില്ല, കാരണം ഇങ്ങനെ മടങ്ങി ഇവിടം വരെ കിടക്കാം, 100 വയസ്സായാലും അവർ മരിക്കത്തില്ല. അവർക്ക് അത്ര നല്ല തെളിഞ്ഞിരിക്കുകയാണെങ്കിൽ വയസ്സുകാലം വരെ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. നോക്കണം, ഇതൊക്കെ നോക്കിക്കറിയും. ബാബ പറയണു ചിലരുടേത് സ്പഷ്ടമാണ്, ചിലരുടേത് സ്പഷ്ടമേ അല്ല. ബാബ്ദാദാബി ബച്ചോംകെ ഭാഗ്യക്ക് രേഖാക്കു ദേഖ്. പക്ഷെ ഇപ്പോൾ ബാബ എന്ത് രേഖ നോക്കുന്നത്? ഈ 4 ഭാഗ്യങ്ങളുടെ രേഖ കുട്ടികളിൽ എത്രത്തോളം. അത് മസ്തകത്തിലാണ്, ഇത് ഹസ്തത്തിലാണ്, അത് മസ്തകത്തിലാണ് നോക്കും. दिव्य जन्म तो सभी ने लिया, लेकिन दिव्य जन्म की रेखा खंडित होती व स्पष्ट नहीं होती, क्योंकि अपने जन्म के धर्म में अखंड नहीं चलता, तो उनके भाग्य की खंडित होती. അപ്പൊ ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യം, ദിവ്യജന്മം നമ്മൾ എല്ലാവരും ബാബയുടെ കുട്ടികളായി. അത് നിസ്സാരമല്ല. ബാബ എപ്പോഴും പറയുന്നത് എന്റെ ലാസ്റ്റ് കുട്ടി പോലെ നമ്പർ 1 അത്രയും ഉയർന്ന കുട്ടി. പക്ഷേ ഈ ദിവ്യജന്മത്തിന്റെ രേഖ ഖണ്ഡിതമാണ്, സ്പഷ്ടമല്ല. എന്തുകൊണ്ടെന്നാൽ തന്റെ ജന്മത്തിന്റെ ധർമ്മം അഖണ്ഡമായി നടക്കുന്നില്ല. അതായത് ഒരു ജന്മത്തിനൊരു ധർമ്മം ഉണ്ടല്ലോ. അപ്പൊ ബ്രാഹ്മണ ജന്മത്തിന് നമുക്കൊരു ധർമ്മമുണ്ട് അല്ലെ, നമുക്കൊരു കടമയുണ്ട്. ബാബ പറഞ്ഞു ആ ധർമ്മത്തിലെ നമ്മൾ അഖണ്ഡമായി ഒരേപോലെ പോകാത്തത് കൊണ്ട് പലപ്പോഴും ഖണ്ഡിതമാകുന്നു, പലപ്പോഴും അസ്പഷ്ടമാകുന്നു. ധർമ്മയ്ക്കാകെ കർമ്മയ്ക്കാകെ ഉസ്കോത്തോ ജാനത്തെ ഹോന. ബ്രാഹ്മണ ജന്മത്തിന്റെ ധർമ്മവും കർമ്മവും എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഐസേ ഹി പരമാത്മാ പാലനമേ തോ സഭി ബ്രാഹ്മൺ ചൽ രഹേ. അപ്രകാരം തന്നെ പരമാത്മാവിന്റെ പാലനയിലാണ് എല്ലാ ബ്രാഹ്മണരും പോകുന്നത്. നമ്മളെല്ലാവരും മിക്കവാറും നമ്മളെല്ലാവരും പറഞ്ഞ എന്താണ്? ബാബയുടെ നമ്മൾ നോക്കും അല്ലെ, എല്ലാം ബാബ ചെയ്യിപ്പിക്കുകയാണെന്നുള്ളത് ഒരുവിധമൊക്കെ ബ്രാഹ്മണർ പാസ്സായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ ഒരുവിധമൊക്കെ ഭംഗിയാവുമ്പോൾ നമ്മൾ പറയും ഇതാണ് ബാബയാണെന്നാണ്, കൂടുതൽ ഭംഗിയാവുമ്പോൾ പറയും നമ്മളാണ്. चाहे समर्पित हो चाहे प्रवृत्ति में हो, लेकिन बाबा के डायरेक्शन से चल रही. ബാബ പറഞ്ഞു സമർപ്പിതരാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ബാബ പറയാണ് ബാബയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശശിധരൻ പോയി കട ആരുടെയാ? കടയില്ലേ? ആരുടെ? അജു നോക്കണം, കട എന്റെ. കട ആരുടെ? ഒരു കടയില്ലേ? ആരുടെ കട? ബാബയുടെയാണ്. അവിടെ അല്ലേ? ദൈവത്തിന്റെ അല്ലേ? ഭക്തി പറയുന്ന പോലെ അല്ല, ഭക്തിയിൽ ഇതൊക്കെ ദൈവത്തിന്റെ. യൂസഫ് അലി അയാൾ രക്ഷിച്ചപ്പോഴും അല്ലാഹുവിന് നമസ്കാരം. രക്ഷിച്ച ആൾക്ക് കുറെ പൈസ കൊടുക്കാൻ വന്നപ്പോഴും പറഞ്ഞു അല്ലാഹുവിന്. ഇതൊക്കെ ഭയങ്കര നിഷ്ഠകളാണ്. അയാൾ പറഞ്ഞു നിന്നിട്ടില്ല. അപ്പൊ ബാബ പറയാണ് കുടുംബത്തിലാണെങ്കിലും ശരി, സമർപ്പിതമാണെങ്കിലും ശരി, നമ്മൾ എല്ലാവരും നമ്മൾ ബാബയുടെ കുട്ടികളാണ്. ബാബയുടെ നിർദ്ദേശപ്രകാരമാണ് പോകുന്നത്. പ്രവൃത്തി വാലേക്കാ കഹേങ്കി. ബാബയൊക്കെയാണ് കുടുംബജീവിതം നയിക്കുന്നവരെന്താ പറയുന്നത്? അപ്പന കമായ ഹുവ ഖാത്തെ ഹോ വാ ബാബു കാ ഖാത്തെ. ഞാൻ സമ്പാദിച്ചതാണോ കഴിക്കുന്നത്, ബാബ നൽകിയതാണോ കഴിക്കുന്നത്? അല്ലെ, എപ്പോഴും നമുക്കൊരു വിചാരം ഉണ്ടാവണം, തൻ മൻ ധൻ. ഇത് നമ്മൾ ബാബയ്ക്ക് സമർപ്പിച്ചാലും ബ്രാഹ്മണനാകും. അതാണ് ധർമ്മവും കർമ്മവും എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബാബയാണ് എന്നെ പാലിക്കുന്നത്. അത് ബാബ ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ അത് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും. ബാബുക്കാ ഖാത്തേഹേന ക്യോങ്കി അപ്നാ സബുക്കുച്ച് ബാബുക്കോ ദേ ദിയ. അത് ബാബയുടെ സമ്പത്താണ്. എന്തുകൊണ്ടാൽ തന്റെ സർവസ്വവും ബാബയുടെ എന്ന് പറഞ്ഞു. ബാബുക്കാഹി ഹുവാന. അപ്പോൾ അത് ബാബയുടേതല്ലേ? ചാഹെ കമാത്തെ ബി ഹോ, ലേക്കിൻ കമായ ഹുവാ ധൻ ബാബുക്കെ ഹവാലെ കർത്തേ ഹോ യാ അപ്നെ കാമേ ലഗാത്തെ. നമ്മളാണ് സമ്പാദിക്കുന്നത്. ബാബ സമ്പാദിച്ചിട്ടൊന്നും വന്നിട്ടില്ലല്ലോ. നമ്മളാണ് സമ്പാദിക്കുന്നതെങ്കിലും ആ സമ്പാദിച്ച ധനം ബാബയിൽ അർപ്പിച്ചു. അതോ ഞാൻ സമ്പാദിച്ചു എന്നാണ് പറയുന്നത്? എന്റെ സ്വത്തൊന്ന് ഉപയോഗിക്കും. എന്റെ എന്ന് പറയുന്നവര് ഭാരത വേദം പറയുന്ന കള്ളൻ. എന്റെ ഇല്ല, അത് ബാബ ഒന്ന് പഠിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ഭക്തിയിലുള്ള ആൾക്കാർക്കും അറിയാം ഇതൊക്കെ ഈശ്വരന്റെയാണ്. ഭാരതത്തിലെ ആദ്യത്തെ വരി എന്താണ്? അറിയാം. ഈശാവാസ്യം ഇതം സർവം. ഇതാണ് ഭാരതത്തിന്റെ ആദ്യത്തെ വരി. ഇതെല്ലാം ദൈവത്തിനെ കൊണ്ട് മൂടണം. ഈ പ്രപഞ്ചത്തെ ദൈവത്തെ കൊണ്ട് മൂടണം. അതായത് ഇതെല്ലാം ദൈവത്തിന്റെ, എന്നിട്ട് ഉപയോഗിക്കും. അല്ലാണ്ട് ഉപയോഗിക്കുന്നതൊക്കെ കള്ളത്തരം. അപ്പൊ അതൊക്കെ തമപ്രധാനമായപ്പോൾ എല്ലാം പോലെ എന്റെയും വന്നു, എന്റെ വന്നാൽ നിന്റെ വരും, എന്റെ വന്നാൽ കശപിശ വരും. ഭൂമിയിൽ ആരെങ്കിലും ഒരു വര വരച്ചു, കാർഗിൽ ഒരു വര വരച്ചു, ഇത് നമ്മുടെയാണ്, ഇത് നിങ്ങളുടെയാണ്. ഇത് ഒരു കഷ്ടപ്പാട് അല്ല. ഡാക്കിലൊക്കെ കഷ്ടം ഞാനാ വരച്ചത്, മനുഷ്യൻകാര് വരച്ചതാണ്. അപ്പൊ ഈ വരയും കുറിയുമാണ് കുഴപ്പമുണ്ടാക്കുന്നത്. ബാബ പറഞ്ഞു ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം വരയും ഇതെല്ലാം ഈശ്വരന്റേതാണ്. അപ്പൊ ബാബ പറയണു ഈ കുടുംബജീവിതം നയിക്കുന്നവരെ ഞാൻ സമ്പാദിച്ചു എന്ന് പറഞ്ഞിട്ടാണോ ഉപയോഗിക്കുന്നത്? ട്രസ്റ്റിക്ക അപ്പന കുച്ചിനഹി രഹത. നമ്മൾ സൂക്ഷിപ്പുകാരാണ്, ട്രസ്റ്റിയാണ്. ട്രസ്റ്റിക്ക് ഒന്നും സ്വന്തമല്ല.
ഗൃഹസ്ഥി മേം അപ്പനാപ്പൻ ഹോത്താക്കിയ ട്രസ്റ്റി അർദ്ധാത് സബ് ബാബുക്കാർ. ഗൃഹസ്ഥി എന്ന് പറയുമ്പോൾ എന്റെയായി, ട്രസ്റ്റി എന്ന് പറയുമ്പോൾ നിന്റെയായി. വേറെ നിന്റെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്റെ ഒന്നുമില്ല. പിന്നെ ആരാണ് നമ്മുടെ കാര്യം നോക്കുന്നത്? അപ്പനെ ഹാത്ത് സെ ഖാന ബനാത്തെ ഹോ തോ ഭി സമझते हो ना ബ്രഹ്മ ഭോജൻ ഖാ രഹേ. നമ്മൾ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുമ്പോഴും നമുക്കൊരു വിചാരം ഉണ്ടാകണം, ബ്രഹ്മഭോജനമാണ് ഞാൻ ഈ കഴിക്കുന്നത്. ബാബയുടെ അടുക്കളയാണ്. ബാബയുടെ അടുക്കളയിൽ നിന്ന് നമ്മൾ ബാബയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. പകലെ ഭോഗ് കിസ്കോ ലഗാത്തെ ഹോ. ആദ്യം നമ്മൾ ആഹാരം കഴിക്കുന്ന വീട്ടിൽ ഇനി ചടങ്ങായിട്ട് ഭോഗ് വെച്ചില്ലെങ്കിലും ആഹാരം നമുക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം അത് ബാബയ്ക്ക് അർപ്പിച്ചിട്ട് എല്ലാ ബ്രാഹ്മണരും കഴിക്കാറുണ്ട്. അത് നേരത്തെ പറഞ്ഞ ബ്രാഹ്മണന്റെ ഒരു കർമ്മമാണ്, ധർമ്മമാണ്. നമ്മൾ എന്തായാലും ഒരു സെക്കൻഡെങ്കിലും ഒന്ന് ബാബയ്ക്ക് അർപ്പിക്കും. നല്ല രുചിയുള്ളതാണ്, പെട്ടെന്ന് കഴിക്കും. വിശപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കും. അല്ലെങ്കിൽ 1 മിനിറ്റ് എങ്കിലും ചെയ്യാറുണ്ടോ? ലീലാമാജിയൊക്കെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ബാബയ്ക്ക് സമർപ്പിക്കാറുണ്ടോ? മനസ്സുകൊണ്ട്. ഭോഗ് സെന്ററിൽ വയ്ക്കുന്ന പോലെ വയ്ക്കണമെന്നില്ല, വയ്ക്കണമെന്നാണ്, പക്ഷെ മനസ്സുകൊണ്ടൊന്ന് വയ്ക്കുമല്ലോ. അപ്പൊ ബാബ പറയണു, ബാബക്കോ അർപ്പൺ കർത്തേജോന. ആഹാരം എനിക്കല്ല ആദ്യം അർപ്പിക്കുന്നത്. അർപ്പൺ കർണ അർദ്ധാത് ബാബക്ക ഗാനം. അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബാബയുടെയാണ്, ബാബ നൽകിയ ആഹാരമാണ്. ബ്രഹ്മഭോജൻ കാത്തേഹോ. അപ്പോൾ അത് ബ്രഹ്മഭോജനം. ബ്രഹ്മഭോജനം നമ്മൾ കഴിക്കുക. ചാഹിയെ ബച്ചോം കെ അർത്ഥ ഭി ലഗാത്തെ ഹോ വഖ് ഭി ഡയറക്ഷൻ അനുസാർ ലഗാത്തെ ഹോ. ബാബ പറയണു, അത് കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ബാബയുടെ നിർദ്ദേശപ്രകാരം. നമ്മുടെ ധനം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ബാബയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. ജൈസെ സമർപ്പിത ബഹനയും വാ ഭായി ഭിന്ന ഭിന്ന കാര്യമേ തൻ മൻ ധൻ ലഗാത്തെ തോ ധൻ ഭി ലഗാത്തെ. ऐसे प्रवृत्ति में रहने वाले भी चाहिए तन लगाते चाहिए धन लगाते. बाबा के श्रीमत प्रमाण ही അമാനത്ത് സംബന്ധിച്ച കാര്യമേ ലഗാത്തെ ഹോ ഐസെ കർത്തെ ഹോ ന. ഇത് വലിയൊരു പോയിന്റ് ആണ്. സെന്ററിൽ താമസിക്കുന്നവർക്കും ബാബ പറഞ്ഞ പൈസ ചെലവഴിക്കുന്നുണ്ടല്ലോ, ഓരോരോ സാധനം മേടിക്കണേ നമ്മള്. അപ്പോഴെല്ലാം എന്താണ് നമ്മൾ ബാബയോട് ഒന്ന് ആലോചിക്കുന്നത്. കാര്യം സെന്ററിൽ താമസിക്കുന്നവരും വീട്ടിൽ താമസിക്കുന്നവരുടെ സമ്പാദ്യത്തിലുള്ള വ്യത്യാസം എന്താ ചോദിക്കുന്ന, ഉറക്കം പോകാൻ വേണ്ടി. വീട്ടിൽ താമസിക്കുന്നവർ സെന്ററിൽ താമസിക്കുന്നവരുടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പുറത്ത് താമസിക്കുന്നവർ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം. സെന്ററിൽ താമസിക്കുന്നവര് അവര് ജോലി ചെയ്തുണ്ടാക്കി പൈസയുടെ ഒരു വിഹിതം ഇട്ടിട്ടാണ്, അതാണ് ഉപയോഗിക്കുന്നത്. രണ്ടും ബാബയുടെയാണ്. ബാബയുടെ കുട്ടിയായാലും ബാബയുടെയാണ്, അത് യാതൊരു സംശയമില്ല. പക്ഷെ ബാബ പറയുന്ന സെന്ററിൽ താമസിക്കുന്നവർക്കും പൈസ ചെലവാകുന്നുണ്ട്. ആ പൈസ ചെലവാക്കുമ്പോൾ ബാബ പറയുന്ന ഡബിൾ കോൺഷ്യസ് ആയിരിക്കും. അനാമത്തായിട്ട് പൈസ ചെലവഴിക്കാൻ പാടില്ല. കാരണം ആളുകള് അധ്വാനം കൊണ്ട് ബാബയെ വിശ്വസിച്ച് ഏൽപ്പിച്ച പൈസയാണ്. വ്യക്തിപരമായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ബാബ പറയാണ് അങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രവൃത്തിയിൽ കുടുംബത്തിൽ ജീവിക്കുന്നവർ തോന്നിയമാര് ഉപയോഗിക്കാനോ? ഇത് എന്റെ പൈസ എനിക്ക് ഇഷ്ടം പോലെ ഒന്ന് ഉപയോഗിക്കാമോ? ബാബറിനില്ല, അവർക്കും നിർദ്ദേശം ഒന്ന് തന്നെയാണ്. ശ്രീമത്ത് അനുസരിച്ച് അമാനത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തു എന്ന് വിചാരിച്ചേ പൈസ ഉപയോഗിക്കാവൂ. തോന്നിയമാര് ഉപയോഗിക്കാൻ പാടില്ല. വേസ്റ്റായ കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അമാനത്തമേ ഖയാനത്ത് അഥവാ മന്മത്തത്വന. അമാനത്തിൽ ഖയാനത്ത് എപ്പോഴും ബാബ ഉപയോഗിക്കുന്ന വാക്കാണ്. സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വസ്തു പാഴാക്കരുത്. അത് തെറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അതിൽ മന്മത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് എന്റെ പൈസയല്ല, ബാബയുടെ പൈസ. നമുക്ക് ജീവിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇതാണ്. പൈസ കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് പലപ്പോഴും ചിന്താകുഴപ്പമുണ്ട്. ബാബ പല കാര്യങ്ങളും നിയന്ത്രിച്ചത്. പാപാത്മാക്കളുമായിട്ട് ലേൻ ദേൻ വേണ്ട പാവം. ഒരാൾ വീട്ടിൽ വന്ന് കുറച്ച് പൈസ അത്യാവശ്യം പവറും കൊടുക്കണ്ടാവും. കാര്യം അവർ പോയി കള്ളു പിടിക്കുകയാണെങ്കിലോ അതിന്റെ കർമ്മക്കണക്ക് നമുക്കുണ്ടാവും. എല്ലാവരും ഇപ്പൊ നമ്മുടെ ഒരു ബായി ഉണ്ട്. ബായിക്ക് ഒരു മോനെ ഉള്ളൂ. ആ ബായി മാതാജി സെന്ററിലാണ്. പേരെന്ന് നിങ്ങളോട് പറയും, ഒരു ഉദാഹരണം പറയും. അപ്പൊ ആ ബായി മോനെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കും. നമുക്ക് യോജിപ്പില്ലാത്ത കാര്യം. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ കുറവേ നാട്ടിലില്ല, സേവാധാരികളുടെ കുറവേ നാട്ടിലില്ല. അച്ഛനും അമ്മേനും ജ്ഞാനത്തിലുണ്ടെങ്കിൽ പിന്നെ മോനെ എന്ത് ചെയ്യണം? മോനെ ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു പ്ലംബിംഗ് പണിയോ ഇതിനെ കൂടുതൽ പഠിക്കേണ്ട കാര്യം, ഭാഷയൊക്കെ പഠിക്കുന്നത് നല്ലത്. താല്പര്യമുള്ള പഠിച്ചോട്ടെ. ഒരു പ്ലംബിംഗ് പണി, ഇത്തിരി ഇലക്ട്രിക്കൽ പണിയൊക്കെ പഠിച്ച് ബാക്കി ഒരു ഓൾറൗണ്ട് സേവാധാരി, ഇത്തിരി ഹിന്ദി പഠിച്ചു കുട്ടിയെ സേവാധാരിയാക്കല്ലേ വേണ്ടത്? അതല്ലേ ശരിക്കും വേണ്ടത്. ഇതിന് കഷ്ടപ്പെട്ട് ഈ നാട്ടിൽ പഠിത്തം മുഴുവൻ പഠിക്കുന്നു. ഇവിടെ ഡോക്ടർമാരുടെ ആവശ്യമില്ല. അപ്പൊ എന്തോരം കഷ്ടപ്പാട്, എത്ര വർഷത്തെ പൈസ ഇല്ല ഇവർക്ക്, എന്റെ പൈസ ഇല്ല. അപ്പൊ എന്റെ അടുത്ത് പൈസ പോയി ഒരു 10,000 രൂപ. ഞാൻ പറയാം എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ, എന്റെ അടുത്ത് ബാബയുടെ പൈസ ഉള്ളൂ, ഞാൻ അതെങ്ങനെ ബാക്കി തരും? എനിക്കാൻ തരാൻ പാടില്ല. അപ്പൊ വിരോധം പറയും. ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ലൗകികത്തിലാണെങ്കിൽ ചിലപ്പോൾ നമ്മളെടുത്ത് കൊടുക്കാം, പൈസ കുറച്ചെടുത്ത് കൊടുക്കാം. അപ്പൊ അതാ അതും പാറ്റത്തില്ല. എനിക്ക് സമർപ്പിച്ച പൈസ നിങ്ങൾ തോന്നുമായിരുന്നു ഉപയോഗിക്കാൻ പാടില്ല.
ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഒരു ഭായി വിളിച്ചു പറഞ്ഞു, ആ പയ്യന്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞിട്ടില്ല. ഫേസ്ബുക്കിൽ കണ്ടു അവരുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞു. അതിന് വളരെ സന്തോഷം. അപ്പൊ ആ പൈസയൊക്കെ നമ്മൾ കൊടുത്തിരുന്നേ അല്ലെ? അപ്പൊ ഓരോ കാര്യത്തിനും ബാബ പറയുന്നത് നിങ്ങൾ ഈ എന്റെ പൈസ ഞാൻ പറയുന്നതനുസരിച്ച് ഉപയോഗിക്കുക, മറ്റുമാര് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ലൗകികത്തിൽ ജീവിക്കുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ട് ചില കാര്യത്തിൽ നമുക്കത് വരും, പക്ഷെ വളരെ ശ്രദ്ധയോടുകൂടി കൊടുക്കും. ബാബ പറയാണ്, ഞാൻ സൂക്ഷിക്കാൻ തന്നിരിക്കുന്ന പൈസ അത് ആ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, അത് തന്നിഷ്ടപ്രകാരം. तो परमात्मा पालന സബ് ബ്രാഹ്മൺ ആത്മാവും കൊമ്പിൽ രഹി. അപ്പോൾ ഈ രീതിയിൽ പരമാത്മാവിന്റെ പാലന ഗൃഹസ്ഥത്തിലായിക്കോട്ടെ സെൻട്രലായിക്കോട്ടെ എല്ലാ ബ്രാഹ്മണർക്കും കിട്ടും. പാലനാക്കി ജാതിയെ ശക്തിശാലി ബനാനെ പാലന എന്തിനാ? ശക്തിശാലിയാക്കാൻ. മതക്കി പാലനാക്ക പ്രത്യക്ഷ രൂപ ക്യാ ഹോത്ത? അമ്മ കുട്ടികളെ പാലിപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യക്ഷ സ്വരൂപം. അമ്മമാരെങ്ങനെ കുട്ടികളെ വളർത്തേണ്ടത്? കുട്ടികളെ നല്ല ബലമുള്ള കുട്ടികളാക്കി വളർത്തും. കുട്ടികളെ പരമാവധി അവരെ ഈ ഗോപിനാഥൻ മുതുകാട് പറയാറ്, എന്റെ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞാൽ അവനെ നാട് കറങ്ങാൻ പറ്റും, ഒരു വർഷം നീ നാട് കറങ്ങിയിട്ട് അറിയാം. കുറെ അനുഭവങ്ങൾ കിട്ടും. ഈ പെരക്കകത്ത് കുത്തിയിരുന്നിട്ട് എന്ത് കിട്ടാൻ? പല അനുഭവം കിട്ടും. പിന്നെ നമ്മളൊരിക്കലും പിള്ളേര് ചത്തുപോയാലും ചത്തുകൊണ്ട് ആയുസില്ലെങ്കിൽ ചത്തുപോകും, ആയുസുണ്ടെങ്കിൽ എവിടെ കൊണ്ടുപോയാലും ചാവത്തുമില്ല. ചത്താൽ എന്താ നല്ല അനുഭവം കിട്ടിയിട്ട് ചത്തുപോകും. അപ്പൊ പിള്ളേരെയൊക്കെ എങ്ങനെ വളർത്തണം? കുറച്ച് ടഫായ അന്തരീക്ഷത്തിൽ നമ്മൾ വളർത്തണം. സ്നേഹം കൊടുക്കണം, പക്ഷെ കുറച്ച് ടഫായ അന്തരീക്ഷത്തിൽ വളർത്തുകയാണെങ്കിൽ ശക്തിയുള്ളവരാണ്. അപ്പൊ അതുകൊണ്ടാണ് ബാബ നമുക്ക് ടഫ് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യം നമ്മളൊന്ന് ശക്തിശാലിയാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പറ്റുന്ന എന്താണ്? എല്ലാ വിധത്തിൽ ആർഭാടമാണ് കൊടുക്കും. ഡ്രസ്സ്. എനിക്കൊക്കെ വളരെ ബുദ്ധിമുട്ടിയാ ജീവിച്ചു, വളരെ ബുദ്ധിമുട്ടിയാ ജീവിച്ചു അല്ലെ? ഇപ്പൊ പിള്ളേർക്ക് വല്ല കുറവുണ്ട്. ആകെ നാം രണ്ട്, നമുക്ക് രണ്ട് വരണം. അതിന് നാട്ടിലുള്ള തുണി മുഴുവൻ മേടിക്കും, ഉള്ള ആഹാരം ഉള്ള പൊടിയൊക്കെ കലക്കി കൊടുക്കും, എന്നിട്ട് ബും പറയുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും കൊച്ചു കാര്യം വരുമ്പോഴേക്കും ആത്മഹത്യ ശക്തിയില്ലാതെ. അപ്പൊ ഒരു അമ്മ എങ്ങനെയാ കുട്ടികളെ വളർത്തേണ്ടത്? ബാബ പറഞ്ഞ ശക്തിശാലിയാക്കി വളർത്തും. ബച്ച ശക്തിശാലി ബനത്താഹ്. അമ്മ ശരിയായ രീതിയിൽ വളർത്തിയാലേ കുട്ടി ശക്തിശാലിയാകും. तो ब्रह्मा माम की पालना द्वारा सभी मास्टर സർവശക്തിമാൻ ബനം. അപ്പോൾ ബ്രഹ്മാവാകുന്ന അമ്മ പാലിച്ച് നമ്മൾ ബ്രാഹ്മണ കുട്ടികളെല്ലാം മാസ്റ്റർ സർവശക്തിമാന്മാരായി. लेकिन कोई बच्चे सदा शक्तियों को कार्य में लगाते और कोई बच्चे प्राप्त शक्तियों को अर्थात पालना को कार्य में नहीं लगाते, अर्थात पालना को प्रैक्टिकल में नहीं लाते, इसलिए श्रेष्ठ पालना मिलते हुए भी कमजोर रह जाते और बाकी की लक्ष्य खंडित होता. ബാബ പറയാണ്, പല കുട്ടികളും ശക്തികളെ കാര്യത്തിൽ ഉപയോഗിക്കുന്നില്ല. ചിലർ ഉപയോഗിക്കുന്നുണ്ട്, ചിലർ പ്രാപ്തമായ ശക്തികൾ ഉപയോഗിക്കുന്നില്ല. അതായത് ആ ലഭിച്ച പാലന ഉപയോഗിക്കാത്തത് കൊണ്ട് ആ പാലനയുടെ പ്രാക്ടിക്കൽ സ്വരൂപമാകുന്നില്ല. ശ്രേഷ്ഠ പാലന കിട്ടിയിട്ടും ദുർബലരായി തന്നെ കഴിയാണ്. ആ പാലനയുടെ ഭാഗ്യരേഖ ഖണ്ഡിതം. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ഉപയോഗിച്ച് നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. നെഗറ്റീവ് സാഹചര്യം നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾ നമ്മൾ എന്ത് പഠിപ്പിക്കും? നല്ലൊരു സാഹചര്യം നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കും. പക്ഷെ ഒരു വിപരീത സാഹചര്യവും മോശമായി പെരുമാറിയ ഒരാളും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കും. അപ്പൊ ബാബ പറയും, ഞാൻ നിങ്ങളെ വിപരീത സാഹചര്യം രുസ്തം സേ രുസ്തം, ബലവാനോട് ഞാൻ ബലവാനായിട്ട് സാഹചര്യം ഉണ്ടാക്കി. അപ്പൊ ബാബ പറയണം, ചിലരത് ഉപയോഗിക്കുന്നില്ല, അല്ല അവര് ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നം നേരിട്ട് കഴിയുമ്പോൾ നമ്മൾ ശക്തിശാലിയാകണം. ചിലർ ഈ പ്രശ്നങ്ങളെ നേരിട്ട് ദുർബലരായി. ബാബ പറയാണ്, അപ്പോൾ ഭാഗ്യരേഖ ഖണ്ഡിതമായി. ഐസിയായി എപ്പോഴും ബാബയുടെ രീതികൾ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ബാബ പറഞ്ഞ, എൻ്റെ അടുത്ത് കരയപ്പെടുകയും യാചിക്കുകയും ചെയ്ത്, ബാബ ഞങ്ങളെ രക്ഷിക്കണം. അതൊക്കെ ഭക്തര് പറയുന്ന വാക്കൊന്നും ഞാനിവിടെ പറയാൻ പാടില്ല. നമുക്ക് എന്തിനാ ബാബ പ്രശ്നങ്ങൾ തരുന്നത്? പാലനയുടെ ഭാഗമായിട്ടാണ്. ऐसे ही पढ़ाई की लेकर पढ़ाई का एम ऑब्जेक्टिव ही है श्रेष्ठ पद प्राप्त करना. അതേപോലെ പഠിത്തത്തിനൊരു ലക്ഷ്യമുണ്ട്. അവർ പഠിക്കുന്നത് എന്തിനാണ്? ശ്രേഷ്ഠ പദവിക്കാണ്. ശിക്ഷക് ബാബ് പഠായി സബ്കോ ഏക് ഹി പഠാത്ത ഏക് ഹി സമയ പർ പഠാത്ത. അധ്യാപകനായ ബാബ ഒരേപോലെയാണ് പഠിപ്പിക്കുന്നത്, ഒരേ പഠിത്തമാണ് പഠിപ്പിക്കുന്നത്. ലേക്കിൻ जो श्रेष्ठ ब्राह्मण जीवन का वह पढ़ाई का पद अथवा नशा ही वह सबको एक जैसा नहीं रहता. എന്നാൽ ബാബ പറയണു, ഈ ശ്രേഷ്ഠ ബ്രാഹ്മണ ജീവിതത്തിന്റെ അഥവാ പഠിത്തത്തിന്റെ പദവിയുടെ ലഹരി എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ഇല്ല. പരിസ്ഥാസോ ദേവതാ സ്റ്റാറ്റസ് കോ സദാ സ്മൃതിമേം നഹിയും രഹത്തെ, ഇസ്ലിയെ ബാക്കി ലക്കീർമേം അന്തർ പഠിച്ചാത്ത. പഠിത്തത്തിന്റെ ലക്ഷ്യം എന്താണ്? പരിസ്ഥാസോ ദേവത. നേരത്തെ പറഞ്ഞില്ലേ, സാക്ഷി സ്ഥിതിയിൽ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴും മോളിൽ കയറി നിൽക്കാൻ പറ്റണം. താഴെ നമുക്ക് ഒരാള് പെരുമാറുന്നത് നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളും എവിടെയോ ബന്ധം.
ഒരാളിപ്പോ സന്തോഷമായി പെരുമാറുന്നത് ബാബ പറയാൻ ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെ എങ്ങനെ പെരുമാറിയാലും നമ്മളെ ബാധിക്കും. നല്ലത് പെരുമാറിയ സന്തോഷം, മോശം പെരുമാറിയാൽ നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല, ജീവൻ മുക്തൻ. പക്ഷെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ 4 പേരുടെ അടുത്ത് മോശമായി സഹിക്കും, വല്ലാണ്ട് വേദന. പറഞ്ഞ ഈ വേദനയുടെ കാരണം എന്താണ്? എവിടെയോ ഒരു ബന്ധനം, എവിടെയോ ഒരു ബന്ധനം. അത് ചിലപ്പോൾ എനിക്ക് എന്നോടുള്ള ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ നാഗരാജ് ഭായ് അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എനിക്ക് പ്രയാസം ഉണ്ടായത്. വേറൊരാൾ അങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ എനിക്ക് അത്രയും പ്രയാസം. അപ്പൊ അങ്ങനെയാണ് നിനക്ക് ആ വ്യക്തിയായിട്ടൊരു ബന്ധനം. അപ്പൊ നല്ല പുരുഷാർത്ഥം എന്ത് ചെയ്യണം? ആ ഒരു പ്രതിസന്ധിയില് എന്നാൽ അവരെ മാറ്റാൻ ശ്രമിച്ചേക്കരുത്. അവരെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവർ വെറുതെ കർമ്മക്കണക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എനിക്കൊരു ബന്ധനമുണ്ട്, അപ്പൊ ഞാൻ എന്നെ മാറ്റരുത്. അപ്പൊ എളുപ്പമായി, അപ്പൊ ഞാൻ ശക്തിശാലി അല്ലെ? അപ്പൊ ബാബ പറഞ്ഞ ലക്ഷ്യം എന്താണ്? ഒന്നും ബാധിക്കാത്ത വിധത്തിൽ സാക്ഷിയായി പരിസ്ഥയിൽ നിന്ന് ദേവതയാകും. ഇതാണ് പഠിത്തത്തിന്റെ ലക്ഷ്യം. ബാബ പറയണു ആ ലക്ഷ്യം എപ്പോഴും സ്മൃതിയിലില്ല. അതുകൊണ്ട് പഠിത്തത്തിന്റെ ഭാഗ്യരേഖ ഖണ്ഡിതമാണ്. ഐസേ ഹി സേവാക്കി ലക്കി സേവാക്കി വിശേഷതാഹി जो ब्रह्मा बाबा ने साकार रूप में अंतिम वरदान रूप में स्मृति दिलाई निराकारी निर्विकारी निरहം. ഇനി സേവനം, നമ്മളെല്ലാം സേവാധാരികളാണ്. നമ്മൾ കസേര തുടയ്ക്കുന്നുണ്ട്, പിന്നെ അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, കോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ബാബ പറയണേ ഈ അവസാനം ബ്രഹ്മബാബ എങ്ങനെ ശരീരം വിട്ടുപോയത്? ഏത് വാക്ക് ഉച്ചരിച്ചിട്ടാണ്? നിരാകാരി നിർവികാരി നിരഹങ്കാരി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം, ഈ ആത്മാവ് ശരീരം വിട്ട് അങ്ങടേക്ക് പോയത്. ഈ 3 വാക്കുകൾ ഉച്ചരിച്ചിട്ടാണ് പോയത്. അത് ഓർമ്മയുണ്ടോ? മനസ്സിലാമായി ഞാൻ പരിപ്പൂട, ഉഴുന്നുവട, പാൽച്ച 3 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. കിച്ചൺ സേവയാണ്. നിരാകാരി, നിർവികാരി, നിരഹങ്കാരി. ബ്രഹ്മബാബയുടെ അന്തിമ വാക്കുകൾ അതായിരുന്നു. അതിൽ മുഴുവൻ അടങ്ങിയിരിക്കല്ലേ കാര്യങ്ങൾ. അപ്പൊ ബാബ പറയാണ് ഈ സേവനം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് എന്താന്ന് ബാബ പറയാം. निराकारी स्थिति में स्थित होने के बिना किसी भी आत्मा को सेवा का फल नहीं दे सकते क्योंकि आत्मा का दिल आत्मा को लगता. ഈ ആത്മസ്ഥിതി, ഈ നിരാകാര സ്ഥിതിയിൽ സ്ഥിതി ചെയ്തിട്ട് ജ്ഞാനം കൊടുത്താൽ മാത്രമേ ഈ ആത്മാവിന് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആത്മാവിന്റെ അമ്മ ആത്മാവിൽ തറയും. ആത്മാഭിമാനമായിട്ടാണ് നിങ്ങൾ ആത്മാവാണ്, പഞ്ചഭൂതങ്ങളും 5 തത്വം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവർക്കും കുറച്ചൊക്കെ അറിയാം. 5 തത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അല്ലെ, അതിനകത്ത് ശിരോമധ്യത്തിൽ ഒരു പ്രകാശ ബിന്ദുവായിട്ട് ആത്മാവിരിപ്പുണ്ട്. അവർ തത്വം പറയുന്നവർ പറഞ്ഞിട്ട് കാര്യമില്ല. ബാബ പറയാണ് ഈ സ്ഥിതിയിൽ വന്നിട്ടാണ് നമ്മൾ ഈ ജ്ഞാനം കൊടുക്കേണ്ടത്. സ്വയം സദാ ഈ സ്ഥിതിമേ സ്ഥിതി നഹി ഹി, അതായത് നിരാകാര സ്ഥിതിയിൽ സ്വയം ഇരിക്കുന്നില്ല. ജിൻകി സേവ കർത്തേ വഖബി സദാ സ്മൃതി സ്വരൂപ നഹി ബൻസ. അപ്പോൾ നമ്മൾ ആരുടെ സേവ ചെയ്തു? ബാബ പറയണു അവരും ആ സ്ഥിതിയിലെത്തട്ടെ. അതുകൊണ്ടാണ് ഈ ഓൺലൈൻ സേവനത്തിന്റെ ലിമിറ്റേഷൻ എന്താണ്? ഓൺലൈൻ സേവ എന്ന് വെച്ചാൽ വെറുതെ മെസ്സേജ് കൊടുക്കാൻ മാത്രം. മുഖത്തിൽ കൂടെ ജ്ഞാനം കൊടുക്കണമെന്നാണ്. ഗുരുവും ശിഷ്യനും ഉപനിഷത്ത് അടുത്തിരുന്ന് സംസാരിക്കണം അല്ലെ? മുഖത്തിൽ കൂടെയാണ്, മുഖത്തിൽ കൂടെയാണ് ജനിക്കേണ്ടത്, ബ്രാഹ്മണ മുഖത്തിൽ കൂടെ ജനിക്കേണ്ടത്. ഓൺലൈനിൽ കൂടെ ജനിച്ചിട്ട് കാര്യമൊന്നും. മെസ്സേജ് കൊടുക്കാം. അപ്പൊ ബാബ പറയണു ഈ ജ്ഞാനം കൊടുക്കുന്നവര് നിരാകാരി സ്ഥിതിയിൽ അല്ലാത്തത് കൊണ്ട് എടുക്കുന്നവരും ദേഹബോധത്തിൽ തന്നെ ഇരിക്കുക. അപ്പൊ അത് സേവയായോ? ഐസേ ഹി നിർവികാരി कोई भी विकार का अंश अन्य आत्मा के शूद्र वंश को परिवर्तन कर ब्राह्मण वंश नहीं बन सकता. അതേപോലെ നമ്മളിലെല്ലാം കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, കഴിഞ്ഞതിന് മുമ്പത്തെ വാണിയിൽ 2 വികാരത്തെ കുറിച്ച് ബാബ പറഞ്ഞു. അതെന്താണ്? അസൂയ, നിരാശ. ബാബ പറഞ്ഞു ഇതൊക്കെ അകത്തിരിക്കുന്ന ഒരാള് സമ്പൂർണ്ണ നിർവികാരിയാണ് ദേവതകൾ എന്ന് പറഞ്ഞാൽ ബാബ പറഞ്ഞു അവർക്ക് ഒരു മാറ്റവും വരാം. നമ്മുടെ ഉള്ളിൽ അപ്പൊ നമ്മൾ ബ്രാഹ്മണരായിട്ട് സേവ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞു അത് അന്തിമ സേവ. ഇപ്പൊ നമ്മൾ സന്ദേശം നോട്ടീസ് കൊടുക്കുന്നവര് ബാബ പറയാണ് ബ്രാഹ്മണ വംശി ആകുന്നില്ല, അവര് ബ്രാഹ്മണ വംശമായില്ല. പൂഞ്ച് ആത്മാക്കോബി മഹനത്ത് കരണി പഠിത്തി ഹെ ഇസ്ലിയെ മൊഹബത്ത് കാ ഫൽ സദാ അനുഭവം നഹീം കർ സക്തെ. ആ ആത്മാവിനും കഷ്ടപ്പാടാണ് നമ്മൾ ജ്ഞാനം കൊടുത്തു കഴിയും. ബാബ പറയാണ് അവർക്ക് ആ ഈശ്വര പ്രേമത്തിൽ ഇരുന്ന് സേവ അനുഭവിക്കാൻ പറ്റില്ല. നിരഹങ്കാരി സേവാക്ക അർദ്ധഹീഹെ ഫലസ്വരൂപ ബൻചുക്കന. ഇനി നിരഹങ്കാരി, മൂന്നാമത്തേന് നിരഹങ്കാരി. നിരഹങ്കാരി എന്ന് പറയുമ്പോൾ ബാബ പറയാണ് ആ ഫലം വിളഞ്ഞ വൃക്ഷം താഴുന്നത് പോലെ നമ്മൾ അഹങ്കാരമില്ലാണ്ടായിരിക്കണം സേവ ചെയ്യുന്നത്. അതായത് ഇന്നലത്തെ സാകാരവാണിൽ പറഞ്ഞു ഞാനാണ് അവരെ ജ്ഞാനത്തിൽ കൊണ്ടുപോകും. അപ്പൊ ഞാനും അവ അവിടെ മുകളിലല്ലേ, ഞാനല്ലേ ജ്ഞാനം കൊടുക്കും, ഞാൻ ജ്ഞാനം കൊടുക്കും. അപ്പൊ ബാബ പറയാണ് അത് ഈ ഫലം വിളയാത്ത മരമാണത്. അപ്പൊ ബാബ പറയാണ് ഫലസ്വരൂപമായി ഒന്ന് വിനയമുള്ളവരാകണം. ബിനാ നിർമാൻ നിർമാൺ അർത്ഥാത് സേവാമയും സഫലത നഹി മിൽ സക്തി. വിനയമില്ലാതെ ബാബ പറയണു സേവനത്തിൽ
നമുക്ക് സഫലത ലഭിക്കും. അങ്ങനെ നമ്മൾ സേവ ചെയ്ത ആരെങ്കിലും നമ്മുടെ 2 ദിവസം പറഞ്ഞാൽ 3-ാം ദിവസം അവൻ നമുക്ക് നല്ല പാരം, നമുക്ക് തല്ലവേദനയും. ഞാൻ സേവ ചെയ്തിപ്പോ നല്ലൊരു സേവാധാരിയായി, അതാണ് ഇതാണ്, അപ്പൊ തന്നെ എൻ്റെ വന്നു, പിന്നെ ഞാൻ ചെയ്തു നന്നായി. 3-ാം ദിവസം കേൾക്കാം ഇയാൾ നമുക്ക് വലിയ തലവേദന. ബാബ പറയാണ് സഫലത ലഭിക്കത്തില്ല. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നില്ല? ആസ്വദിച്ച്. तो निराकारी, निर्विकारी, निरहंकारी, इन तीनों वरदानों को सदा सेवा में प्रैक्टिकल में डाल. അതുകൊണ്ട് സേവ എന്ന് പറയുമ്പോൾ നിരാകാരി, നിർവികാരി, നിരഹങ്കാരി ഈ 3 രൂപങ്ങളിലും സേവ ചെയ്യണം. ഇസ്കോ കഹത്തെ അഖണ്ഡ ഭാഗ്യക്കരെ, അതിനാണ് പറയുന്നത് അഖണ്ഡ ഭാഗ്യത്തിന്റെ. അതുകൊണ്ടാണ് 14 വർഷം കഴിഞ്ഞിട്ട് ബാബു സേവയ്ക്ക് വിട്ടു. അന്ന് ജനിച്ചവരാണ് ഇതിന്റെ അടിത്തറ. ഇപ്പോഴും അവര് വർഷം എത്രയും മൊത്തം 70 വർഷമായിട്ട് ബാബയുടെ കുട്ടികളായവർക്ക് ഒരു കുലുക്കില്ല. അവര് ബാബാന്തര ലഹരിയിൽ നടക്കാം. നമ്മളിപ്പോഴും നാളും തീയതി നോക്കണം. വിനാശമായി നമുക്ക് ആവുന്നില്ല. എന്താ നമുക്ക് വരാത്ത കാര്യം? നമുക്ക് ആ ലഹരി വന്നിട്ടില്ല. അന്ന് ജനിച്ചവര് പുന്നപ്പുരയിൽ ഒരാളുണ്ടായിരുന്നു. പുള്ളി ക്ലാസ്സിന് അങ്ങനെ വരത്തില്ല, ഇടയ്ക്ക് വരും. ഇടയ്ക്ക് വന്നിട്ട് പുള്ളിക്ക് ഒരു വാക്കുണ്ട്, 1,00,000 പേരിൽ ലക്ഷണമൊത്തവർ 1-2 കുറച്ചുപേര് നമുക്ക് ബ്രാഹ്മണരുണ്ടാവും. പക്ഷെ ഇങ്ങനെ വരത്തില്ല. അങ്ങനെയൊന്നും ഇങ്ങനെ ഒന്ന് കറങ്ങി വിരളിക്കുന്നു വരും, ഒന്ന് കറങ്ങി വന്നിട്ട് സൈക്കിളിൽ കറങ്ങി വന്നിട്ട് പോകും. ഒരു എക്സ്-മിലിറ്ററിയാണ്. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതുമായിട്ടൊക്കെ പരിചയം? ഞാൻ ബാബ ഉള്ളപ്പോൾ ബോംബെയിൽ ക്ലാസ്സിൽ പോയി. അന്ന് എനിക്ക് ക്ലാസ് എടുത്തത് ജാനകിദാദി. അപ്പൊ ജാനകിദാദി ക്ലാസ് എടുത്താൽ നിസ്സാരമായിരുന്നു. ചാപ്പൂത്തി വലിയ ചാപ്പൂത്തി ഇടില്ല. അപ്പൊ അന്ന് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി. അന്ന് സെന്ററുകളില്ലല്ലോ. ജാനകിദാദി ഞങ്ങളോട് പറഞ്ഞു സെന്ററുകളിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവര് നിരാശപ്പെടുത്തരുത്, നിങ്ങൾ ബാബയുടെ കുട്ടിയാണ്. അവിടെ ഞാൻ സെന്ററിൽ പോകുന്നില്ല, അവിടെ ഞാൻ ബാബയുടെ കുട്ടി. അതൊക്കെ ആ ഇതുണ്ട്. കാരണം അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദാദി കൊടുത്തൊരു അടിയാണ് അത്. ദാദി എന്ന് വെച്ചാൽ ആത്മസ്ഥിതിയിൽ തന്നെ കോഴ്സ് എടുക്കുന്നു. ബാബ പറയാണ് നിരാകാരി, നിർവികാരി, നിരഹങ്കാരിയായി സേവ ചെയ്താലേ അഖണ്ഡ ഭാഗ്യരേഖ എന്ന് പറയുള്ളൂ. അബ് ചാരോം ഹി ഭാഗ്യ രേഖാവോം കോ ചെക്ക് കരോ കി അഖണ്ഡ് ഹേ യാ ഖണ്ഡിത് ഹേ സ്പഷ്ട ഹേ അസ്പഷ്ട ഹേ. അതുകൊണ്ട് ബാബ പറയാണ് ഈ 4 രേഖകളൊന്ന് പരിശോധിക്കുക. അഖണ്ഡമാണോ, ഖണ്ഡിതമാണോ, സ്പഷ്ടമാണോ, അസ്പഷ്ടമാണോ. ഓട്ടോമേ കൊയ്യ് തോ ബൻ ഗയേ ഹേ ലേക്കിൻ ബനനാ ഹേ കൊയ്യ് മേ കൊയ്യ്. ബോഡിയിൽ ചിലരായി, പക്ഷെ ആകേണ്ടത് അവരിലും ചിലരാണ്. जो कोई में कोई होगा वही अब सर्व का माननीय और भविष्य में पूजनीय बनेगा. അങ്ങനെ കോടിയിൽ ചിലരെല്ലാവരും ബ്രാഹ്മണരെല്ലാം അവരിലും ചിലരാകാണെങ്കിൽ ബാബ പറയാണ് അവര് ഇവിടെ എല്ലാവരാലും മാനനീയരാവുകയും നാളെ പൂജനീയരായി മാറുകയും ചെയ്യും. जो अखंड भाग्य के लकीर बन है उसकी निशानी है वह अब भी सर्व ब्राह्मण परिवार का प्यारा होगा. ഈ അഖണ്ഡ ഭാഗ്യ രേഖയുള്ള ആ ഭാഗ്യവാന്റെ അടയാളമാണ് ബ്രാഹ്മണ പരിവാരത്തിൽ എല്ലാവർക്കും അവരോട് ഇഷ്ടമായി. ഇഷ്ടപ്പെടാൻ വേണ്ടി പ്രത്യേകിച്ച് ചെയ്യും. ഇങ്ങനെയൊക്കെ ആകാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വീട്ടുകാർക്കും നമ്മളോട് ഇഷ്ടമായിരിക്കും, ബ്രാഹ്മണ പരിവാരത്തിനോടും നമുക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ വേറെ കാര്യം പറഞ്ഞ ലോകപ്രസിദ്ധ, ലോകത്തിനും നമ്മളോട് ഇഷ്ടമായി. എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം. എല്ലാവരും ബാബ പറഞ്ഞിട്ട് എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടാനായിട്ട് എന്ത് ചെയ്യണം? നമ്മള് ബാബ പറഞ്ഞ നേരെയാകാൻ ശ്രമിച്ചാൽ, ബാബ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി. അപ്പൊ ബാബ പറഞ്ഞു ഈ 4 രേഖകൾ ശരിയാകാണെങ്കിൽ ബ്രാഹ്മണർക്ക് മുഴുവൻ നമ്മളോട് ഇഷ്ടം 5% ഉണ്ടാവും. അത് ബാബ എപ്പോഴും എക്സ്പ്രസ് ആണ്. മാനനീയരായതുകൊണ്ട് ബാബ പറഞ്ഞു എല്ലാവരും ഒരു അനുഗ്രഹം ഉണ്ടായി. സർവിക്ക് ദുബായ് ഹൃദയത്തിൽ നിന്ന് ഒരു അനുഗ്രഹം, കാര്യം അവർ നമുക്ക് ഒരു ഉപകാരം ചെയ്യും. ശ്രേഷ്ഠ ആത്മാവും കെ ഭാഗ്യക്ക് ലക്കിർക്കോ ചമത്തി രഹ. അങ്ങനെ ശ്രേഷ്ഠ ആത്മാക്കളുടെ ആ ഭാഗ്യരേഖ തളർന്നു. തോ അപ്പനെ അബ്സെ പൂച്ചോ മെയിൻ പോയിന്റ്. അവരവരോട് ചോദിക്കുക, ഈ 4 രേഖയുടെ അടയാളം വെച്ച് ചോദിക്കുക ഞാൻ ആരാ? ഈ പറഞ്ഞ 4 രേഖകളും തിളങ്ങുന്ന, അല്ലെങ്കിൽ എത്രത്തോളം തിളക്കമുണ്ട്, അഖണ്ഡമാണോ, ഖണ്ഡിതമാണോ, തിളക്കമുണ്ടോ, സ്പഷ്ടമാണോ, അസ്പഷ്ടമാണോ? തോ സുന ആദിക്കാതേക്ക. അവൾ കണ്ടോ ഇന്ന് ബാബ എന്താണ് നോക്കിയെന്നുള്ളത്? दुनिया वाले कहते हैं पालनहार है जन्मदाता है लेकिन जन्मदाता का परिचय ही नहीं. ലോകരും പറയുന്നുണ്ട് ദൈവമാണ് നമ്മളെ ജനിപ്പിച്ചത്, ദൈവമാണ് നമ്മളെ പാലിക്കുന്നത്, പക്ഷെ അവർക്ക് ആളെ അറിയില്ല. और आप नशे से कह सकते हो कि जन्मदाता परमात्मा कैसे है, पालनहार परमात्मा कैसे है. എന്നാൽ
നമ്മൾ അനുഭവത്തോടു കൂടി ആ ലഹരിയോടു കൂടിയാണ് പറയുന്നത് ഈ പരമാത്മാവ് എങ്ങനെയാണ് നമുക്ക് ജന്മം നൽകുന്നത്, പരമാത്മാവ് എങ്ങനെയാണ് നമ്മൾ പാലിക്കുന്നത്. ബ്രഹ്മ മാംകി പാലനാഭി മിൽരഹീഹി और बाबी की ശ്രേഷ്ഠ മത് पर യോഗ്യ ആത്മായും ബൻകെ. ബ്രഹ്മാവാകുന്ന അമ്മയുടെ പാലനയും കിട്ടുന്നുണ്ട്. അങ്ങനെ ബാബയുടെ ശ്രേഷ്ഠ മതത്തിലൂടെ നമ്മൾ യോഗ്യ ആത്മാക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ബച്ചേക്കോ യോഗ്യ ബനാത്ത और മാം ശക്തിശാലി ബൻ. അച്ഛൻ കുട്ടികളെ യോഗ്യനാക്കും, അമ്മ കുട്ടികളെ ശക്തിശാലിയാക്കും. ദ്വനം അനുഭവഹ്യന, രണ്ടിന്റെയും അനുഭവം ഉണ്ടല്ലോ. ബ്രാഹ്മണർക്ക് ബ്രഹ്മബാബയുടെ പാലനയുമുണ്ട്, ശിവബാബയുടെ പാലന കിട്ടാത്തവർക്കാണ് ഉറക്കം വരുന്നത്. ബാബയുടെ മുരളി കേൾക്കുമ്പോൾ എന്ത് പാലന, ഇതിൽ എന്ത് കണ്ടെത്തി മുരളിയുടെ ലഹരി വരണമെങ്കിൽ ബാബ ആരാന്നൊക്കെ മനസ്സിലാവും. അതിന് പാലന കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരുന്ന വേറെ ഒന്നുണ്ട്. നല്ലൊരു കാര്യം പറയാണ്, നമ്മൾ ഈ ഉറങ്ങുന്നവരോട് പറഞ്ഞു അപ്പോഴും അറിഞ്ഞില്ലേ ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി, ഉറക്കമൊക്കെ പമ്പ കിടന്നു. അതെന്ത് സംഭവമാണ്? ഒരു മിനിറ്റ് നമുക്ക് ഈ മുരളി മുരളി വായിക്കാം, ഉറക്കം തുടങ്ങും. അപ്പൊ ഉറക്കം പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ വഴിയിൽ നിന്ന് ഒരാൾ ഒരു 10 മിനിറ്റ് കാര്യം പറഞ്ഞു, 10 മിനിറ്റ് പറഞ്ഞ് മുഴുവൻ ഓർമ്മയുണ്ട്. ഇവിടെ ബാബ 4 പേജ് മുരളി വായിച്ചു, ഇതിന് 4 വരി കണ്ടെത്തണമെങ്കിലോ പാടാം. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ബുദ്ധിയില് അസ്വച്ഛത ഉണ്ടെങ്കിൽ അസ്വച്ഛതയോടായിരിക്കും ഇഷ്ടം, അഴുക്കുണ്ടെങ്കിൽ അഴുക്കിനോടായിരിക്കും ഇഷ്ടം. അപ്പൊ നമ്മൾ എന്താ വേസ്റ്റ് കാര്യങ്ങൾ സംസാരിക്കുക, കേൾക്കുക, പറയുക. അപ്പൊ അതിനോടുണ്ടാകും. അപ്പൊ ബാബ പറയാണ് ഈ അമ്മയുടെയും അച്ഛന്റെയും പാലനയുടെ അനുഭവം ഉണ്ടല്ലോ. ഗീതാ പാഠശാല വാല ജാഥ ആയേ, ഗീതാ പാഠശാലക്കാരാണ് കൂടുതൽ വന്നത്. ഗീതാ പാഠശാല വാലെ കോൻ ഹുയി, ഗീതാ പാഠശാലക്കാരാരാണ്? ഗീതാ കാ ഞാൻ സുനനെ വാലെ ഹേ അർജുൻ. ഗീത കേൾക്കുന്നത് ആരാണ്? അർജുനൻ. അർജുൻ സമച്ചിക്കർ ഗീതാജ്ഞാൻ സുനത്തെ ഹോഗയ അർജുൻ ദുസരാഹി. ബാബ പറഞ്ഞു അർജുനനായിട്ട് ഗീതാജ്ഞാനം കേൾക്കുകയാണോ അതോ അർജുനൻ വേറെ ഞാൻ വേറെ എന്നാണ്? മുരളി കേൾക്കേണ്ടത് എപ്പോഴും ബാബ എനിക്ക് വേണ്ടി പറഞ്ഞു. ഈ അവ്യക്തവാണി ആർക്കായിരിക്കും ഇഷ്ടമെന്നറിയാം? സാകാരവാണി കുറെ കൂടെ എളുപ്പമാണ്. സാകാരവാണിയുടെ അകത്തെ കൂടെ കുറെ കാര്യങ്ങൾ ബാബ പറയുന്നത്. അവ്യക്തവാണി യോദ്ധാക്കൾക്കുള്ളത്. അപ്പൊ എന്ത് സാധനം ഉപയോഗിച്ചാൽ അപ്പുറത്തേക്ക് കടക്കും. അങ്ങനെയുള്ളവർക്കാണ്, അതായത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില സ്വഭാവ സംസ്കാരങ്ങൾ നമുക്ക് തടസ്സം ഉണ്ടാക്കും. അപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള യുക്തികളാണ് ഈ വാണി കൂടെ തരുന്നത്. അപ്പൊ അതിനെ ആയുധ രൂപത്തിലെടുക്കുന്നവർക്ക് മാത്രമേ എന്ത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഗീതയിൽ ഇത് യുദ്ധമായിട്ട് കാണിച്ചിരിക്കുന്നത്. ആയുധ രൂപത്തിലെടുക്കുന്നവർക്ക്, ഒരു യോദ്ധാവിന് വേണ്ടത് ഏറ്റവും വലുത് അവർക്ക് നല്ലല്ലേ. ബാബ പറയാണ് മെയിം അർജുനഹും യഹ സമുച്ചിതേഹോ, ഞാൻ അർജുനനാണ് വിചാരിക്കുന്നത്. എപ്പോഴും നമ്മൾ വിചാരിക്കണം ഞാൻ അർജുനൻ. സദൈവ യഹ് അനുഭവ് കർക്കെ സുനോ മെയിം അർജുൻ ഹും, മുझे വിശേഷ ഭഗവാൻ ഗീതാ കാ ഞാൻ സുനാ രഹാ. സദാ ഈ അനുഭവത്തിൽ കേൾക്കണം മുരളി, ഞാൻ അർജുനനാണ്, വിശേഷമായിട്ടും എന്നെ കേൾപ്പിക്കാൻ. അർജുന, ഭീഷ്മർക്കെതിരെ ഇങ്ങനെയാണ്, കർണന് നീ ആ കർണന്റെ ബീല് താന്നു കിടക്കാണ്, ഈ സമയത്താണ് നീ അവനെ കൊല്ലുന്നത്, ആ സമയത്ത് നീ സെൻസിറ്റീവ് ആകരുത്. അതൊക്കെ നമ്മുടെ തന്നെ ചില വികാരങ്ങളുടെ കാര്യം. ബാബ പറയല്ലേ ചിലപ്പോ ആ സമയത്ത് നിങ്ങൾ നിഷ്കളങ്കത കാണിക്കല്ലേ, കോമളത കാണിക്കല്ലേ, ആ സമയം പൊട്ടിച്ചു കളയേണ്ട സമയമാണ്. ആ സമയത്താണ് ഞാൻ കൊല്ലില്ല എന്ന് പറയും. അർജുന, ദുര്യോധന തുടക്കടിച്ച് കൊല്ലാനേ പറ്റുള്ളൂ അർജുന. അപ്പൊ ചതിയല്ലേ അത്? എന്ത് ചതി? ചില വികാരങ്ങൾ ജയിക്കണമെങ്കിൽ തുടക്കടിച്ചേ കൊല്ലാൻ പറ്റും. എല്ലാ ചാതുര്യവും നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റും. കൃഷ്ണൻ ചെയ്തു യുദ്ധതന്ത്രങ്ങളാണ് അല്ലെ, അത് സ്ഥൂലമൊന്നുമല്ല, സൂക്ഷ്മമാണ്. അപ്പൊ ഈ മുരളിയിൽ നമുക്ക് അങ്ങനെ ഒരു ലഹരി വരും. ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ്. ഗീതാ പാഠശാല വാലെ तो सबसे नंबर 1 निकल जाएंगे, इस विधि से सुनो तो आगे चल जाएंगे. ബാബ പറഞ്ഞു ഗീതാ പാഠശാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്പർ 1 ആൾക്കാരല്ലേ. ഈ വിധിയിലൂടെ കേൾക്കും, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മുരളി ലഹരിയോടുകൂടി അല്ലേ? മുരളി ഈശ്വരൻ എനിക്ക് വേണ്ടി പഠിപ്പിക്കാം, അവിടെ വേറെ ആരുടെ നോക്കാം. ടീച്ചേഴ്സ് को बिजी रखने के लिए ഗീതാ പാഠശാല अच्छी है. ബാബ ടീച്ചേഴ്സിന് ബിസി ആയിരിക്കാൻ ഗീതാ പാഠശാല നല്ലതാണ്. ഗീതാ പാഠശാല ചക്രവർത്തി ആക്കുകയും ചെയ്യും, നമ്മളെ ബിസി ആക്കും. അതായത് 10 ഗീതാ പാഠശാല എവിടെയൊക്കെ പോയി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ബാബ ബിസി ആകും, ചക്രവർത്തിയാകും. വൃദ്ധി ബി അച്ചി ഹോത്തി, സെന്റർ നന്നാവും. മെഹനത്ത് കംലത്തെ മദദ്ഗാർ ജാഥാ ബനത്തെ. ഗീതാ പാഠശാലയുടെ പ്രത്യേകത എന്താണ്? അവിടെ സെന്ററിൽ നിന്ന് പോയിട്ട് കഷ്ടപ്പെടേണ്ട, അതാ വീട്ടുകാർ നോക്കി. ബാക്കി പോയിന്ന് ക്ലാസ് എടുത്ത് പണ്ടാരൊക്കെ നമുക്ക് തുറക്കാൻ പറ്റും. ഇപ്പൊ സന്തോഷമാവും. അപ്പൊ പൈസയൊക്കെ നമുക്ക് വരും, സ്റ്റുഡൻസ് നമുക്ക് വരും. ഒന്ന് വിളിച്ചാൽ മതി, ആ ഗീതാ പാഠശാലക്കാർ വരും. തിരുവനന്തപുരത്തൊക്കെ ടൗണിൽ തന്നെ 21 ഗീതാ പാഠശാല. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്ത് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിലും അവർ ചെയ്തോളും. അപ്പൊ ബാബ പറയാണ് ധാരാളം സഹായികൾ കിട്ടും.
बलिहारी तो गीता पाठशाല वालों की ना, इसलिए गांव वाले बाबा को प्यारे लगते. ബാബ പറയാണ് ഈ ഗീതാ പാഠശാലക്കാരാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യവും നടത്തുന്നത്. അതുകൊണ്ടാണ് ബാബക്ക് ഗ്രാമീണരെ ബാബയ്ക്ക് ഇഷ്ടമാണ്. ബഡേ സ്ഥാനവും പർ മായാബി ബഡേ രൂപയ്ക്ക് ആത്തി. വലിയ വലിയ സ്ഥലത്ത് ബാബ പറഞ്ഞു വലിയ രൂപത്തിലെ പ്രശ്നം, ഈ ടൗണിലൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഗാവ് വാലോങ്കോ മായാബി ഗാവ് വാലിയാത്തി. അവ ഗ്രാമത്തിലവർക്ക് എന്ത് മായ വരാൻ, ഗ്രാമത്തിലുള്ള മായ വരൂ. ഇസ്ലിയെ ബഹുത് അച്ഛേ ഹോ ഗാവ് വാലി. അതിന് ബാബ പറയാം തലവേദന ഇല്ലല്ലോ, അതുകൊണ്ട് ഗ്രാമീണരാണ് ബാബയ്ക്ക് ഇഷ്ടം. ജാഥാ സംഖ്യ കഹാങ്കി, കൂടുതൽ എവിടെ നിന്നാണ്. ലേക്കിൻ അഭി തോ സഭി മധുബൻ നിവാസി ഹോ. പക്ഷെ ഇപ്പോൾ ബാബ പറയുന്ന എല്ലാവരും മധുബൻ നിവാസികളാണ്. സഭി ടീച്ചേഴ്സ് की परमानेंट एड्रेस कौन सी है? എല്ലാ ടീച്ചേഴ്സിന്റെയും സ്ഥിരവിലാസം മേൽവിലാസം ഏതാണ്? മധുബൻ ഹേ ന, മധുബൻ അല്ലേ. വഹ് ദുക്കാൻ ഹേ എഹ് ഘർ ഹേ. സെന്റർ ബാബ പറഞ്ഞു കടയാണ്, വീട് മധുബനാണ്. ജാഥാ ക്യാ യാദ് രഹത്ത ഘർ യാ ദുക്കാൻ. കൂടുതൽ നേരം ഓർമ്മ എന്താണ്, വീടാണ് ഓർമ്മയിൽ വരുന്നത്, കടയാണ് ഓർമ്മയിൽ വരുന്നത്. കൊയ്ക്കോ ദുക്കാൻ ജാഥാ യാദ് ആത്തി രഹ. പലർക്കും ബാബ പറയാണ് സെന്ററിന്റെ ഓർമ്മയാണ് കൂടുതൽ, വീട് ആ വീടിന്റെ ഓർമ്മയില്ല, മധുബൻ വീടിന്റെ ഓർമ്മ അല്ലെ. നമ്മുടെ സെന്റർ ഭംഗിയായിട്ട് കൊണ്ടുപോകാന്നുള്ളത്. സ്വയങ്കി തോബി ദുക്കാൻ യാദായി. ഉറങ്ങാൻ നേരത്തെ ചിലർക്ക് കടയുടെ ഓർമ്മയാണ് വരുന്നത്. ആപ് ലോഗ് ജഹാം ചാഹോ ബുദ്ധി കോ സ്ഥിതി കർ സക്തേ ഹോ. ബാബയൊക്കെയാണ് എവിടെ വിചാരിക്കുന്നു അവിടെ ബുദ്ധി നിർത്താൻ പറ്റാറുണ്ടോ. सेवा केंद्र पर रहते भी मधुबन निवासी बन सकते और मधुबन में रहते भी सेवाधारी बन सकते हो. ये अभ्यास है ना. സേവാ സ്ഥാനത്ത് നിന്നുകൊണ്ട് മധുബൻ നിവാസിയാകാൻ പറ്റണം. മധുബനിൽ ഇരുന്നു കൊണ്ട് ബാബ പറഞ്ഞു സേവാധാരി നിവാസി, സേവാസ്ഥാന നിവാസിയാകാൻ. അതായത് മധുബനിൽ ഇരുന്നു കൊണ്ടും ബാബ പറഞ്ഞു ഇതിനെ ഓർമ്മിക്കാം, ഇവിടെ ഇരുന്നു കൊണ്ടും അതിനെ ഓർമ്മിക്കാം. ഇതിന്റെ അഭ്യാസമുണ്ടല്ലോ. സെക്കൻഡ് മേം സോജ അവർ സ്ഥിതി ഹുവ യഹ് ഹേ ടീച്ചേഴ്സ് സ്ഥിതിക്ക് വിശേഷത. ബാബ പറയാണ് ഒരു സെക്കൻഡിൽ എന്ത് സങ്കല്പം എടുക്കാൻ ആഗ്രഹിക്കുന്നു ആ സങ്കല്പം എടുക്കാൻ പറ്റും. നമ്മളിപ്പോ മധുബനിൽ പോയാൽ സെന്റർ ബാബയുടെയാണ്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ആലോചിക്കും. എന്തെങ്കിലും ചില കാര്യത്തിന് വേണ്ടി മാത്രം, അത്യാവശ്യത്തിന് മാത്രം ആലോചിച്ചാലും. ചിലത് ഈ വണ്ടിയിൽ പോകുന്ന വഴിക്ക് പണ്ട് കത്താണ്, അല്ലെങ്കിൽ ഫോൺ വിളിക്കാൻ തോന്നും. അവിടെ ചെന്നാൽ ഉടനെ ഇവിടെ എത്തിയതും അവിടെ പോയി ചത്തുപോകാനായിട്ട് പോയി ഒന്നുമല്ലല്ലോ. ബാബ അങ്ങ് വിട്ടുകളയാണ്, സെന്ററൊക്കെ അങ്ങ് വിട്ടേക്കണം, വീണ്ടും വിട്ടേക്കണം. വർഷത്തിൽ ഒരിക്കലും കിട്ടുന്ന ഒരാഴ്ചത്തെ ഒരു ചാൻസ് ആണ്. അപ്പൊ ബാബ പറയാണ് സെന്റർ അങ്ങ് വിട്ടേക്കണം. അപ്പൊ എവിടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും അവിടെ കൊണ്ടുപോകാൻ പറ്റും. ബുദ്ധി ബി സമർപ്പിത ഹേന യാ സിർഫ് സേവാ കെ ലിയെ സമർപ്പിത ഹോ. ബുദ്ധി ബാബയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണോ അത് ബുദ്ധി സേവനത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണോ. സമർപ്പിത ബുദ്ധി അർത്ഥാത് ജഹാം ചാഹിയെ ജബ് ജഹാം ചാഹിയെ വഹാം സ്ഥിതി ഹോ ജായ്. ബാബയ്ക്ക് സമർപ്പിതമായ ബുദ്ധിയാണെങ്കിൽ നമ്മുടെ ബുദ്ധിയെ എവിടെ കൊണ്ടുപോകണം അവിടെ കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് ലൗകികത്തിൽ ബന്ധനമുണ്ടെങ്കിൽ, ഒരു കച്ചവടത്തിൽ ബന്ധനമുണ്ടെങ്കിൽ, സേവാസ്ഥാനത്തിനോട് ബന്ധനമുണ്ടെങ്കിൽ ബാബ പറയണു ആഗ്രഹിക്കുന്നിടത്ത് ബുദ്ധി പോകത്തില്ല. നമുക്ക് ബന്ധനമുള്ളിടത്ത് ബുദ്ധി പോകും. ബാബ പറയാണ് മനസ്സ് സ്വതന്ത്രമാണെങ്കിൽ അതിനെ വിചാരിച്ചെടുത്ത് കൊണ്ടുപോകണം. ഏക വിശേഷതാക്കി നിശാൻ, ഇതാണ് വിശേഷതയുടെ അടയാളം. ബുദ്ധി സഹിത് സമർപ്പിത് ഐസേ ഹോന യാ ബുദ്ധി സെ ആദി സമർപ്പിത അവർ ശരീര സെ സാരി. സമർപ്പിതരോട് ബാബ ചോദിക്കുകയാണ് ബുദ്ധി സഹിതം സമർപ്പിതമാണോ അത് ബുദ്ധി പകുതി സമർപ്പിച്ചിട്ടുള്ളൂ, ദേഹം പൂർണ്ണമായിട്ടും ബാബയ്ക്ക് തന്നിരിക്കുകയാണ്. മനസ്സ് ഞാൻ സേവാ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ്. कोई टीचर्स भी कहते योग में बढ़ते तो ആത്മാഭിമാനി ഹോനെ ബദലെ സേവ യാദാത്ത്. പലപ്പോഴും ടീച്ചേഴ്സ് പരാതി പറയാണ് ബാബ യോഗത്തിന് ഇരിക്കുമ്പോൾ സേവയുടെ കാര്യങ്ങൾ ഓർമ്മയിൽ വരും. വേറെ ഒന്നുമല്ല, സേവയുടെ കാര്യങ്ങൾ ഓർമ്മയിൽ. लेकिन ऐसा नहीं होना चाहिए क्योंकि लास्ट समय अगर अशरीरी बनने के बजाय सेवा का भी संकल्प चला तो सेकंड के पेपर में फेल हो जाए. ബാബ പറയണു അങ്ങനെ ആകാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ അന്തിമ പരീക്ഷാ സമയത്ത് സേവാസ്ഥാനത്തെയും സേവാധാരികളെയും അല്ലെങ്കിൽ സേവനത്തിന്റെയും കാര്യങ്ങൾ ഓർമ്മയിൽ വന്നാൽ നമ്മൾ പരാജയപ്പെട്ടു. കാര്യം സേവനമാണ്, പക്ഷെ പരാജയം. ഉസ് സമയ സിവായെ ബാബയ്ക്ക് നിരാകാരി നിർവികാരി നിരഹങ്കാരി ഔകുച്ചി യാതന. ആ സമയത്ത് ശരീരം വിട്ടു പോകുന്ന സമയത്ത് നിരാകാരി നിർവികാരി നിരഹങ്കാരി ഞാനും ബാബയും. ബാബ പറഞ്ഞു ബാബയുടെ ഓർമ്മയിലാണ്ട് വേറെ ഒന്നും വരാൻ പാടില്ല. അപ്പൊ അതിനാണ് ബാബ പറയുന്നത് സാക്ഷിയായിട്ട് സേവ ചെയ്യാൻ പഠിക്കണം. ബാബ പറയുന്നു ബ്രഹ്മബാബിനെ അന്തിം സ്റ്റേജ് യഹി ബനായിന ബിൽക്കുൽ നിരാകാരി. ബ്രഹ്മബാബയുടെ അവസാന സ്ഥിതി എന്തായിരുന്നു? അവസാന സ്ഥിതി അങ്ങനെ ആക്കിയിരുന്നു, തികച്ചും നിരാകാരി ആയിരുന്നു. സേവാമേം ഫിർ ഭി സാകാരമേം ആ ജായെങ്കെ ഇസ്ലിയെ ഏക അഭ്യാസ് കരോ ജിസ് സമയ ജോ ചാഹിയെ വഖത് സ്ഥിതി ഹോനഹിം തോ ധോഖ മിൽ ജായേ. ബാബ പറയാണ് കുട്ടികളെ നമ്മൾ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കിയെടുക്കണം. എവിടെ മനസ്സിനെ നിർത്തണം അവിടെ മനസ്സിനെ നിർത്താൻ സാധിക്കണം. സേവ ചെയ്യേണ്ട സ്ഥലത്ത് സേവ ചെയ്യുക. അത് കഴിഞ്ഞാൽ സേവാകേന്ദ്രവും ഇല്ല, സേവയില്ല. അതിനാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് കൺട്രോൾ തന്നിരിക്കുന്നത്. എല്ലാത്തിന്റെ ഇടയിൽ അവിടേക്ക് പോകാൻ പറ്റണം. മുസ്ലിങ്ങൾക്ക് ഉണ്ടത്, അവർക്ക് ഇപ്പോഴും ട്രാഫിക് കൺട്രോൾ കറക്റ്റ്. അവർക്ക് 5 പ്രാവശ്യത്തെ നിസ്കാരമുണ്ട്. ബാബ പറയണു അല്ലെങ്കിൽ അവസാനം ചതി പറ്റും.
ഐസനഹിം സോജോ സേവാകാഹിത്വ സങ്കല്പായ ഖരാബ് സങ്കല്പ വികല്പത്തിനാഹിമായി. ഇങ്ങനെ വിചാരിക്കരുത്. നല്ല സങ്കല്പം സേവയുടെ സങ്കല്പമല്ലേ വന്നുള്ളൂ ബാബ. വികല്പവും അല്ലെങ്കിൽ മോശ സങ്കല്പം ഒന്നും വന്നില്ലല്ലോ. ലേക്കിൻ കൺട്രോളിംഗ് പവർ तो नहीं हुई ना. പക്ഷെ യോഗ ചെയ്യാൻ ഇരിക്കുമ്പോൾ സേവനത്തിന്റെ സങ്കല്പം വന്നാൽ കൺട്രോളിംഗ് പവർ ഇല്ലാതെയില്ലേ. कंट्रोलिंग पावर नहीं तो रूलिंग पावर आ नहीं सकती, फिर रूलर बन नहीं सकते. കൺട്രോളിംഗ് പവർ ഇല്ലെങ്കിൽ റൂളിംഗ് പവർ വരില്ല, റൂളിംഗ് പവർ ഇല്ലെങ്കിൽ റൂളർ ആവില്ല. അത്ര മനോഹരമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ, കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ബാബ പറഞ്ഞു മനസ്സിൽ നിയന്ത്രിക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചെടുത്ത് മനസ്സിനെ നിർത്തണം. അവ റൂളിംഗ് പവർ ഇല്ലെങ്കിൽ ബാബ പറഞ്ഞു നാളെ റൂളറും ആകും. പിന്നെ ബാബ പറയും വേറെ റൂളറാണ്, സർവ്വരാജ്യവരിൽ റൂളറാണ്, ആ റൂളർ വെച്ച് നമ്മൾ ഉരുട്ടുകയും ചെയ്യും. അഭിസെ ബഹുത്ത് കാലത്ത് അഭ്യാസായി. ബാബ പറഞ്ഞു ഇതിനൊക്കെ വളരെ കാലത്ത് അഭ്യാസം, മനസ്സിനെ വിചാരിച്ചെടുത്ത് നിർത്താൻ. ഇസ്കോ ഹൽക്കാനഹി ചോട്, ഇതിനെ നിസ്സാരമായി കളയല്ലേ അല്ലെ. നമ്മൾ നന്നായിട്ട് ഇതിനൊക്കെ വേണ്ടി പ്രാക്ടീസ് ചെയ്യും. तो सुना टीचर्स को क्या अभ्यास करना है. അവൾ കേട്ടോ ടീച്ചേഴ്സ് എന്താ അഭ്യസിക്കണം. തബ് കഹേങ്കെ ടീച്ചേഴ്സ് ബാബു കോ ഫോളോ കർണേ വാലി. ഇങ്ങനെയൊക്കെ അഭ്യസിച്ചാലേ ബാബയെ ഫോളോ ചെയ്യുന്ന ടീച്ചർ എന്ന് പറയുള്ളൂ. എല്ലാത്തിന്റെയും ഇടയിൽ ഇരുന്ന് ഡിറ്റാച്ച്ഡ് ആണ്. അതാണ് ബാബ നമ്മളെ പഠിപ്പിക്കുന്നത്. സദാ ബ്രഹ്മ ബാബു കോ സാമനെ രഖോ और 3 വരദാൻ യാദ് രഖോ और ഫോളോ കരോ. സദാ ബ്രഹ്മ ബാബയെ ഇക്കാര്യത്തിൽ മുന്നിൽ നിർത്തൂ. 3 വാക്കുകൾ മനസ്സിൽ എപ്പോഴും ഓർമ്മിക്കൂ, അതിനെ ഫോളോ ചെയ്യൂ. ഏതാ 3 വാക്കുകൾ, ഏതാ മനസ്സിലാക്കി 3 വാക്കുകൾ ഏതാ ഓർമ്മിക്കേണ്ടത്? ഉഴുന്നുവട, പരിപ്പുവട, എന്ത് പറഞ്ഞാലും പറയും നാഗരാജ്. 3 വാക്കുകൾ എന്താ ഓർമ്മിക്കേണ്ടത്? കിച്ചണിൽ സേവ ചെയ്യുമ്പോൾ കിച്ചണ് സേവ ചെയ്യണം. പക്ഷെ ആരുടെ കിച്ചണ, ആരുടെ സേവയാ? അപ്പൊ 3 വാക്കുകൾ ഏതാ ഓർമ്മിക്കേണ്ടത്? നിരാകാരി എന്ന് വെച്ചാൽ ആത്മസ്ഥിതി. ആത്മാവിന്റെ അനാദി സ്വരൂപത്തിൽ എന്താണ്? നിർവികാരിയാണ് അല്ലെ. ആത്മാവിനെ കൊണ്ട് ഡ്രാമ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ നിരഹങ്കാരി. എന്തെങ്കിലും നമുക്ക് അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് ചിന്ത വരുന്നത്. ഞാനത് ചെയ്തു, അപ്പൊ എനിക്ക് അതിന്റെ ഓർമ്മ വരും. എനിക്ക് അവരെ കാണണം, ഞാൻ ചെന്നില്ലേ ശരിയാവില്ല, അപ്പൊ അതിന്റെ ഓർമ്മ വരും. അവരുടെ അവസാനം ഓർമ്മ വരും. ബാബ പറഞ്ഞു വളരെ കാലത്ത് അഭ്യാസത്തിന് ആവശ്യമുണ്ട്. ഈ കാര്യത്തിൽ ബ്രഹ്മ ബാബയെ മുന്നിൽ വെച്ച് ഫോളോ ചെയ്യൂ. ഏക അന്തിം വരദാൻ ബഹുത് ശക്തിശാലി. ബാബ അവസാനം കൊടുത്ത ഈ അന്തിമ, എല്ലാവരും അവസാനം എന്തെങ്കിലും പറഞ്ഞിട്ടേ പോകും. നീ നിന്റെ വിളക്കാകുക, നീ നിന്റെ ആശ്രയമാകുക. ഭാഗ്യമായി ഒന്നിനെ ആശ്രയിക്കും. ബുദ്ധൻ മരിക്കാൻ നേരത്ത് പറഞ്ഞ വാക്കാണ്. നീ നിന്റെ വിളക്കാകുക, നീ നിന്റെ ആശ്രയമാകുക. ബാഹ്യമായ ഒരു ബുദ്ധനെ ആശ്രയിച്ച് എന്റെ അകത്തുണ്ട് അല്ലെ. ബ്രഹ്മബാബ ശരീരം വിട്ടപ്പോ എന്താ പറഞ്ഞത്? ബ്രഹ്മബാബയെ ഓർമ്മിക്കാൻ നിരാകാരി, നിർവികാരി. മനനം ചെയ്ത് നോക്കും, എഴുതി നോക്കും, അതിനപ്പുറം ഒരു വാക്കുണ്ടാകും. ബാബ പറയണു ഈ 3 വരദാനങ്ങളും ജീവശക്തമാണ്. अगर सदा स्मृति में रखते प्रैक्टिकल में आओ तो बाप के दिल तक और राज्य तक के अधिकारी जन. ഈ 3 വാക്കുകൾ ഹൃദയത്തിൽ സ്മൃതിയിൽ വച്ച് സദാ പ്രാക്ടീസ് ചെയ്യുമെങ്കിൽ ബാബയുടെ ഹൃദയത്തിൽ കയറും. ബാബ പറയും നാളെ വിശുദ്ധന്റെ സിംഹാസനത്തിൽ കയറും. അത് ഉറപ്പുള്ള ഒരു കാര്യം. अच्छा सर्व बाप समान सदा नॉलेजफुल पावरफुल बच्चों को सदा भाग्य विधाता द्वारा श्रेष्ठ भाग्य की स्पष्ट रेखाओं वाले भाग्यवान बच्चे सदा बाप समान वरदान प्राप्त हुए विशेष आत्माओं को सदा ब्राह्मण जन्म की पालना और पढ़ाई को आगे बढ़ाने वाले ऐसे अखंड भाग्यवान बच्चों को बाप दादा का याद प्यार और नमस्ते. എല്ലാ ബാബയ്ക്ക് സമാനം സദാ നോളജ്ഫുള്ളും പവർഫുള്ളുമായ കുട്ടികൾക്ക് സദാ ഭാഗ്യവിധാതാവിലൂടെ ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ സ്പഷ്ടരേഖകളുള്ള ഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് സദാ ബാബയ്ക്ക് സമാനം 3 വരദാനങ്ങൾ പ്രാപ്തമാക്കിയ വിശേഷ ആത്മാക്കൾക്ക് സദാ ബ്രാഹ്മണ ജന്മത്തിന്റെ പാലനയിലൂടെ പഠിത്തത്തിലൂടെ മുന്നോട്ട് പോകുന്ന അഖണ്ഡ ഭാഗ്യവാന്മാരായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണയും നമസ്കാരം. समय और संकल्प सहित अपने सर्व खजानों को विल करने वाले मोहजित भव. സമയവും സങ്കല്പ സഹിതവും തന്റെ സർവ്വ ഖജനാവുകളും വിൽ ചെയ്യുന്ന മോഹജിത്ത്. വിൽ എന്ന് വെച്ചാൽ സമർപ്പിക്കുന്ന മോഹജിത്തായി. സമയവും സങ്കല്പ സഹിതവും തന്റെ സർവ്വ ഖജനാവുകളും വില്ല് ചെയ്യുന്ന മോഹജിത്തായി. जैसे बच्चे को सब कुछ बिल किया जाता है ऐसे आप लोग भी बाप को अपना वारिस बनाकर सब कुछ बिल कर दो तो बिल पवर आ जाए. കുട്ടികൾക്ക് നമ്മളെല്ലാം ബില്ല് എഴുതി കൊടുക്കാറുണ്ട് അല്ലെ. നമ്മളെല്ലാം പത്രം എഴുതി അവർക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ ബാബ പറയാൻ ബാബയെ അവകാശിയാക്കി തന്റെ സർവസ്വവും ബാബയ്ക്ക് വിൽ ചെയ്യുമെങ്കിൽ നമുക്ക് വിൽ പവർ.
ബലിയിടാണെങ്കിൽ ബാബ എപ്പോഴും പറയുന്ന വാക്ക് എന്താണ്? ബലിയിടാണെങ്കിൽ ബലവാനായി മാറും. इस विधि इस विल पावर से मोह स्वतः ही नष्ट हो जाए. ഈ വിൽ പവറിലൂടെ ബാബ പറയണു മോഹത്തെ ജയിക്കാം. जैसे सागर बाबा ने पूरा ही अपने को विल किया, वैसे आप लोगों की जो स्मृति है, समय और संकल्पों का खजाना, उसे विल करो, अर्थात श्रीमद प्रमाण सेवा में लगाओ, तो मोहजित बंधन मुक्त बन जाए. സാകാര ബ്രഹ്മ ബാബ പൂർണ്ണമായും തന്നെ ബാബയ്ക്ക് ശിവബാബയുടെ മുമ്പിൽ സമർപ്പിച്ചതുപോലെ കുട്ടികളും ബാബ പറയാണ് എന്തെല്ലാം സ്മൃതികള്, സമയം, സങ്കല്പം, എല്ലാ ഖജനാവുകളും ബാബയ്ക്ക് വില്ലിച്ചു. അതായത് ശ്രീമത്ത് അനുസരിച്ച് സേവനത്തിൽ അർപ്പിക്കും. അപ്പോൾ മോഹജിത്താവും ബന്ധനമുക്ത. ഏക വഴി അതാണ്. സമർപ്പണത്തിൽ കൂടെ മാത്രമേ. ഒന്നും എൻ്റെ ഇല്ല. അതിനാണ് ബാബ നേരത്തെ പറഞ്ഞ എന്താണ്? ട്രസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഏത് സാധനവും കാണുമ്പോൾ എന്താണ്? ഇതിപ്പോ ഗാന്ധി ഉപയോഗിച്ചിരുന്നാണെങ്കിൽ കണ്ണാടിയാണ്. ഇങ്ങനെ ഗാന്ധിയുടെ ഇത് കാണുമ്പോൾ ആരുടെ ഓർമ്മ വരും? മഹാത്മാഗാന്ധിയുടെ ഓർമ്മ വരും. അപ്പൊ നമ്മുടെ വീട്ടിലെ എല്ലാ സാധനവും, പാത്രങ്ങളും എല്ലാം, അടുക്കളൊക്കെ ബാബയുടെയാണ്. മക്കൾ മേടിച്ചൊന്നും ഒന്നുമില്ല, എല്ലാം ബാബയുടെ. ഒരു സാധനം തരുമ്പോൾ ബാബ തന്നു, ആരെങ്കിലും നിമിത്തമാക്കിയിട്ട്. അപ്പൊ ആരുടെ ഓർമ്മ വരുന്നു? സ്വാഭാവികമായി വന്നില്ല. ഞാൻ ചെയ്തു, ബാബ അപ്പൊ നിന്നെ സമർപ്പിച്ചില്ലേ? അപ്പൊ പറഞ്ഞു ആരാ ചെയ്യിപ്പിച്ചത്? അപ്പോഴും ബാബയുടെ ഓർമ്മ വന്നില്ല, പരാതി. അപ്പൊ ബാബ പറയാണ് അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ രക്ഷപ്പെടുന്ന അത്ര എളുപ്പമൊന്നുമില്ല. ഈ മായയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാതെ. ഇന്നത്തെ സ്ലോഗൻ ഏക ദോക സ്നേഹി ബനനെ കെ ലിയെ സരളത और സഹനശീലത का गुण धारण. പരസ്പരം സ്നേഹമുള്ളവരാകുന്നതിന് വേണ്ടി സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ധാരണ ചെയ്തു. ഓം ശാന്തി.
प्रभु प्रीत का ये किस्सा